വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷ, അതേപോലെ തന്നെ ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്ന തസ്തിക എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷ തന്നെയാണ്. സോ മുമ്പോട്ടുള്ള യാത്രയിൽ നമ്മളൊരു മെയ് ജൂൺ മാസങ്ങളിലാണ് ഈ സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസിന്റെ പരീക്ഷ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ 10th പ്രിലിംസിന്റെ പരീക്ഷ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ സോ മെയിൻസിന്റെ പരീക്ഷയ്ക്ക് കൂടി തയ്യാറെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകണം. കാരണം സിലബസിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. സോ അതുകൊണ്ട് അതായത് നമ്മൾ ഇപ്പോൾ 10th പ്രിലിംസിന്റെ സിലബസ് വെച്ച് വളരെ ഭംഗിയായിട്ട് നമ്മൾ 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുന്നു. സെക്രട്ടേറിയറ്റ് OAയുടെ പരീക്ഷ, മെയിൻസിന്റെ പരീക്ഷ വരുന്ന സമയത്ത് നമ്മളുടെ LDയുടെ അതേ സിലബസ് തന്നെയാണ് സെക്രട്ടേറിയറ്റ് OAയുടെ മെയിൻസ് പരീക്ഷയ്ക്ക് വരുന്നത്. അവിടെ മാത്സിന് 10 മാർക്കാണുള്ളത്. ഇവിടെ ആകുമ്പോൾ 20 മാർക്കിന്റെ മാത്സിന്റെ ചോദ്യങ്ങളാണ്. സെക്രട്ടേറിയറ്റ് OAയുടെ സിലബസും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള ഉൾപ്പെടെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു ഭാഗം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇന്നത്തെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വണ്ടർഫുൾ സെഷനാണ്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു PYQ എടുത്തിട്ട് അതിനെ കീറി മുറിച്ചുകൊണ്ട് വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OAയുടെ ഈ പറയുന്ന 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്കും അതേപോലെ വരാൻ പോകുന്ന നമ്മുടെ മെയിൻസിന്റെ പരീക്ഷയ്ക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു ക്ലാസ് ആയിരിക്കും ഇന്നത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ചോദ്യങ്ങൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്നത് 007/2018 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. 2018 നടന്നുപോയ കുറച്ച് നിലവാരമുള്ള ഒരു പരീക്ഷയായിരുന്നു. 10th പ്രിലിംസിന്റെ കാറ്റഗറിയിൽ നോക്കുമ്പോൾ വരാൻ പോകുന്ന 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു മാത്സിന്റെ നല്ലൊരു ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ബുക്ക് എടുക്കുക, അതിനകത്തേക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ഒന്ന് വൃത്തിയായിട്ട് എഴുതുക, വളരെ ഭംഗിയായിട്ട് ഈ ഒരു സെഷൻ ഉപകാരപ്പെടുത്തി എടുക്കുക, യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ കൂടി നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ അതുകൂടി നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. സോ ഓരോ ടോപ്പിക്കിന്റെ കീ പോയിന്റ്സ് നമ്മളവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം വൃത്തിയായിട്ട് എഴുതി വെക്കുക. നിങ്ങളുടെ സജഷൻ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ കൂടി ശ്രമിക്കുക. അപ്പൊ നമുക്ക് ഈ 007/2018 എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ചോദിച്ചിരിക്കുന്ന ഓരോ ചോദ്യങ്ങൾ ക്ലാസ്സിൽ വളരെ ഭംഗിയായിട്ട് പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇവിടെ മക്കളെ, ഒന്നാമത്തെ ചോദ്യം നോക്കുമ്പോൾ നമ്മുടെ ബോട്ട് മാസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ചോദ്യത്തിനകത്ത് 2 or 2-ലധികമോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് പ്ലസ് മൈനസ് ഗുണനം ഹരണം, അങ്ങനെ ഒരു ചോദ്യം നോക്കുമ്പോൾ അതിനകത്ത് 2 or 2-ലധികമോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഒരു ചോദ്യത്തിനകത്ത് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ബോട്ട് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യമാണെന്ന് ആദ്യമേ മനസ്സിലാക്കണം. സോ ബോട്ട് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ഒരു 50 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ചോദ്യം കാണുമ്പോഴേ അറിയാം ഇത് ബോട്ട് മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ആദ്യമേ ബോട്ട് മാസ് എന്ന് എഴുതി വെച്ചു. ബോട്ട് മാസ് എന്ന് എഴുതി വെച്ചു. ഓക്കെ, ഇനി നോക്കിക്കോണേ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ മക്കളെ, ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണ്. സോ ക്വസ്റ്റിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടോ നോക്കുക. ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ആണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ അത് ബോട്ട് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യമാണെങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കും? അതായത് ഒരു ചോദ്യത്തിനകത്ത് 2 or 2-ലധികമോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അത് ബോട്ട് മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യമാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റ് ചെയ്യണം, അതിനുശേഷം ഓഫ് ചെയ്യണം, അതിനുശേഷം ഡിവിഷൻ ചെയ്യണം, അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിനുശേഷം അഡീഷൻ ചെയ്യണം, ഏറ്റവും അവസാനം സബ്ട്രാക്ഷൻ ചെയ്യുന്നതാണ് റൂള്. അപ്പൊ നമുക്ക് ആദ്യം ബ്രാക്കറ്റ് ഭാഗം അങ്ങ് ചെയ്യാം. കാരണം അവിടെ ബ്രാക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ബ്രാക്കറ്റ്. ഈ ഒരു ഭാഗം നിങ്ങൾ ചെയ്തു നോക്കണം. അപ്പോൾ 12 + 48 ÷ 3 ഇതാണ് ബ്രാക്കറ്റ്. ഈ ഒരു ഭാഗമാണ് ആദ്യം ചെയ്യേണ്ടത്. അവിടെ നോക്കുമ്പോൾ അവിടെ പ്ലസ് ഉണ്ട്, ഹരണമുണ്ട്. സ്വാഭാവികമായിട്ടും
ഡിവിഷൻ കഴിഞ്ഞിട്ടല്ലേ, എടാ ഡിവിഷൻ കഴിഞ്ഞിട്ടല്ലേ പ്ലസ് ചെയ്യേണ്ടത്? കാരണം ഡിവിഷൻ കഴിഞ്ഞിട്ടാണ് അഡീഷൻ ചെയ്യേണ്ടത്. ആദ്യം ഡിവിഷൻ ചെയ്യണം, ഡിവിഷൻ ചെയ്യണം, ഡിവിഷൻ ചെയ്യണം. അതായത് 12 പ്ലസ് 48-നെ 3 കൊണ്ട് ഹരിക്കുക. ഇവിടെ മക്കളെ 48-നെ 3 കൊണ്ട് ഹരിച്ചാൽ 16 വരും. 16 വരും. 12ഉം 16ഉം കൂടെ കൂട്ടിയാൽ 28 എന്ന് വരും. അങ്ങനെ നമ്മൾ ബ്രാക്കറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉത്തരം 28 എന്ന് കിട്ടി. അവിടെ നമുക്ക് എഴുതാം. അത് ബാക്കിയുള്ളതെല്ലാം തൊടുക ചെയ്യരുത് കേട്ടോ. അതായത് 32 × 5 പ്ലസ് 72 ഡിവൈഡഡ് ബൈ 18 മൈനസ് കൊടുത്തിട്ട് ആ ബ്രാക്കറ്റ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ആ ബ്രാക്കറ്റിന്റെ ഉത്തരം 28 ആണ്, 28 ആണ്. 28 വൃത്തിയായിട്ട് എഴുതി വെച്ചു. 28 എഴുതി. അങ്ങനെ നമ്മൾ ബ്രാക്കറ്റ് എന്ന് പറയുന്ന ഭാഗം അവസാനിപ്പിച്ചു. അതിനുശേഷം ഓഫ് ഉണ്ടോ നോക്കണം. ക്വസ്റ്റ്യനകത്ത് ഓഫ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ എന്ന് നോക്കണം. ഇവിടെ ഓഫ് ഉണ്ടോടാ? ഓഫ് എന്ന് പറയുന്ന സാധനം ഉണ്ടോ? ഇല്ല. ഈ ഓഫിന് പകരം ഇന്റെ അല്ലെങ്കിൽ യുടെ ഉണ്ടോ നോക്കിയാലും മതി. ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓഫ് ഇല്ലെന്ന് മനസ്സിലായി. അടുത്തത് ഡിവിഷൻ ചെയ്യണം. എത്ര ഡിവിഷൻ ഉണ്ടെങ്കിലും ചെയ്യാം. സോ അടുത്തതായിട്ട് ചെയ്യുന്ന ഡിവിഷൻ ആണ്. സോ ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. അതാണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഡിവിഷൻ 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 ചെയ്യണം. അതായത് 32 × 5 ബാക്കി ഒന്നും ചെയ്യരുത്, പ്ലസ് 72-നെ 18 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് വരും, മൈനസ് 28 അതുപോലെ തന്നെ എഴുതി വെച്ചു. അങ്ങനെ നമ്മൾ ഡിവിഷനും കഴിഞ്ഞു. എടാ അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നോക്കുക. ആ ക്വസ്റ്റിനകത്ത് എവിടെയാണോ മൾട്ടിപ്ലിക്കേഷൻ വന്നിരിക്കുന്നത് അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. സോ മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കിയതാണ്, ഇവിടെ ഉണ്ട് കണ്ടോ. സോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 32-നെ 5 കൊണ്ട് ഗുണിച്ചേ. 32-നെ 5 കൊണ്ട് ഗുണിച്ചാൽ എത്ര? 32-നെ 5 കൊണ്ട് ഗുണിച്ചാൽ I 2 10 ശിഷ്ടം 1 3 5 15 1 16 160 എന്ന് വരും. കണ്ടോ, അത് അതുപോലെ അത് മാത്രം അങ്ങ് എഴുതിയാൽ മതി. പ്ലസ് 4 മൈനസ് 28 എന്ന് വരും. അങ്ങനെ മൾട്ടിപ്ലിക്കേഷനും കഴിഞ്ഞു. ഇനി അടുത്തത് ചെയ്യേണ്ടത് അഡീഷൻ ആണ്. അതിനുശേഷം സബ്ട്രാക്ഷൻ ചെയ്യണം. എടാ ഒരു ചോദ്യത്തില് അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ പിന്നെ നമ്മൾ റൂൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതായത് അഡീഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സബ്ട്രാക്ഷൻ ചെയ്യാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഒരു ക്വസ്റ്റിനകത്ത് അഡീഷനും സബ്ട്രാക്ഷനും മാത്രമേ ഉള്ളെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. അതായത് ലെഫ്റ്റ് ടു റൈറ്റോ അല്ലെങ്കിൽ റൈറ്റ് ടു ലെഫ്റ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്ത് ആ പ്രോബ്ലം അവസാനിപ്പിക്കാവുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോവാം. 160-ന്റെ കൂടെ 4 കൂട്ടിയാൽ 164 വരും. ആ 164-ൽ നിന്ന് 28 കുറച്ചാൽ മതി. 164-ൽ നിന്ന് 28 കുറയ്ക്കുക. സോ 4-ൽ നിന്ന് 8 കുറയ്ക്കാൻ പറ്റത്തില്ല, 14 ആയി. 14-ൽ നിന്ന് 8 കുറച്ചാൽ 6 എന്ന് വരും, 6 ആയി. പിന്നെ അവിടെ 15 ഉള്ളൂ. 15-ൽ നിന്ന് 2 കുറച്ചാൽ 13 വരും, 136 എന്ന് വരും. 136 ആയിരുന്നു നമ്മളുടെ ശരിയായ ഉത്തരം. അതായത് ഓപ്ഷൻ സി ആയിരുന്നു റൈറ്റ് ആൻസർ. കണ്ടോ, അപ്പോൾ ബോട്ട്മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 50 ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത് അവസാനിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ട്മാസ് റൂൾ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ അവസാനിക്കാൻ സാധിക്കും. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, ബോട്ട്മാസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിലധികം ചോദ്യങ്ങൾ നമ്മുടെ വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ഒരു ചോദ്യം. അപ്പൊ ഇവിടുത്തെ ഉത്തരം 136 ആയിരുന്നു റൈറ്റ് ആൻസർ. സോ ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്യുന്ന ഓരോ ചോദ്യങ്ങളും മുൻ വർഷങ്ങളിൽ ചോദിച്ചു മാറിയ PYQs ആണ്. ഓരോ ചോദ്യങ്ങൾക്കും അത്രമേൽ ഇമ്പോർട്ടന്റ് ഉണ്ട്. ഒരു ബുക്കിനകത്തേക്ക് നിങ്ങൾ ഓരോ ചോദ്യങ്ങൾ എഴുതി എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ സൈഡിൽ എഴുതി നിങ്ങൾ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മാത്സ് എന്ന് പറയുന്ന വിഷയം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാതെ പോകാൻ സാധിക്കും. മാത്രമല്ല പരീക്ഷയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് 20 മാർക്കിന്റെ, നമ്മൾ 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് 20 മാർക്കിന്റെ മാത്സ് ആണ്. ഏറ്റവും കുറഞ്ഞ ഒരു 19 മാർക്കെങ്കിലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. സോ അത്രയ്ക്ക് നമ്മൾ ഓരോ കാര്യങ്ങൾ ക്ലാസ്സിൽ വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. സോ അത് കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ഒന്നാമത്തെ ചോദ്യം പറഞ്ഞ് അവസാനിപ്പിച്ചു.
രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുവാണ്. നമുക്കറിയാം, ഭിന്നസംഖ്യകളെ കൂട്ടാൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇല്ല. ഭിന്നസംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടാനോ കുറയ്ക്കാനോ ഗുണിക്കാനോ ഹരിക്കാനോ അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക, അവരോഹണ ക്രമത്തിൽ എഴുതുക, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇത് സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം? അതായത് രണ്ടോ രണ്ടിലധികമോ ഭിന്നസംഖ്യകളെ കൂട്ടാൻ ചോദിക്കാം, അല്ലെങ്കിൽ കുറയ്ക്കാൻ ചോദിക്കാം, അതും അല്ലെങ്കിൽ ഗുണിക്കാൻ ചോദിക്കാം, അതും അല്ലെങ്കിൽ ഹരിക്കാൻ ചോദിക്കാം, അല്ലെങ്കിൽ കുറെ ഭിന്നസംഖ്യകൾ വന്നിട്ട് ഏറ്റവും വലുതേത് അല്ലെങ്കിൽ ഏറ്റവും ചെറുതേത്, അല്ലെങ്കിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക, അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക. ഇങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഭാഗം എന്ന് പറഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനകത്ത് നിങ്ങൾ എന്ത് പഠിച്ചില്ലേലും ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ ചോദ്യങ്ങൾ ഒന്നും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യത. അപ്പൊ നമുക്ക് പതുക്കെ ചെയ്തു നോക്കാം. അതായത് 1/2 ഉണ്ട്. 1/2 പ്ലസ് 1/2 പ്ലസ് 2/3 2/3 പ്ലസ് 3/4 പ്ലസ് ഏറ്റവും അവസാനം 5/6. ഇതിന്റെ വില എത്ര എന്നാണ് ചോദിച്ചത്. 1/2 ഉണ്ട്, പ്ലസ് 2/3 ഉണ്ട്, പ്ലസ് 3/4 ഉണ്ട്, പ്ലസ് 5/6ന്റെ വില എത്ര എന്നാണ് ചോദ്യം. രണ്ടോ രണ്ടിലധികമോ ഭിന്നസംഖ്യകളെ കൂട്ടാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാം, രണ്ടിലധികം ഭിന്നസംഖ്യകൾ ഉണ്ടെങ്കിൽ, രണ്ടെണ്ണമേ ഉള്ളെങ്കിൽ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. രണ്ടിലധികം ഭിന്നസംഖ്യകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാല് LCM മെത്തേഡാണ്. LCM മെത്തേഡാണ്. രണ്ടോ രണ്ടിലധികമോ ഭിന്നസംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ ഉപയോഗിക്കുന്ന മെത്തേഡാണ് LCM മെത്തേഡ്. LCM മെത്തേഡ് അതായത് ഒന്നുമില്ല, തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞേ. കുറെ ഭിന്നസംഖ്യകൾ വന്നിട്ട് അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ പരീക്ഷയ്ക്ക് ചോദിച്ചാല് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ LCM കണ്ടുപിടിക്കുക, ഛേദങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക, അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക. സോ അങ്ങനെയാണെങ്കിൽ 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, LCM കണ്ടുപിടിക്കണം. സോ 2ന്റെയും 3ന്റെയും 4ന്റെയും 6ന്റെയും LCM നമുക്ക് സൈഡിലോട്ട് ചെയ്യാം. 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്, LCM കണ്ടുപിടിക്കാൻ പോവാം. സ്വാഭാവികമായിട്ടും ഇവന്മാരെ എല്ലാവരെയും 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും അല്ലേ? എല്ലാവരെ അല്ല, 3 ഒഴികെ നമുക്ക് അറ്റ്ലീസ്റ്റ് 2 സംഖ്യകളെ എങ്കിലും ഹരിക്കാൻ പറ്റിയാൽ മതി. അറ്റ്ലീസ്റ്റ് 2 സംഖ്യകളെ എങ്കിലും ഹരിക്കാൻ പറ്റിയാൽ മതി. അപ്പൊ അങ്ങനാണെങ്കിൽ അല്ലെങ്കിൽ 3 കൊണ്ട് വേണമെങ്കിലും ചെയ്യാം. അഭാജ്യ സംഖ്യ കൊണ്ട് മാത്രമേ ഘടകക്രിയ ചെയ്യാൻ പാടുള്ളൂ, അതാണ് റൂള്. സോ അതുകൊണ്ട് ഞാൻ 2 കൊണ്ട് അങ്ങ് ചെയ്യുവാണേ. ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം ഹരിക്കുക. ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഹരിക്കുക എന്നാണ് അർത്ഥം. 2ന് 2 കൊണ്ട് ഹരിച്ച 1, 3ന് 2 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, 3 താത്തിറക്കി. 4ന് 2 കൊണ്ട് ഹരിച്ച 2, 6ന് 2 കൊണ്ട് ഹരിച്ച 3. അപ്പോഴാണ് മനസ്സിലായത് ഇനി നമുക്ക് 3 കൊണ്ട് ഘടകക്രിയ ചെയ്യാം. 1നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് 1 താത്തിറക്കി. 3നെ 3 കൊണ്ട് ഹരിച്ച 1 ആണ്. 2നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, 2 താത്തിറക്കി. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1 ആണ്. ഇത് എല്ലാം കൂടെ ഗുണിക്കുക. LCM എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഗുണിക്കുക. 2ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 6 ആണ്. 6 × 1 6, 6 × 1 6, 6 × 2 12, 12 × 1 12, LCM 12 എന്ന് കിട്ടി. LCM 12 എന്ന് കിട്ടി. LCM 12 12 12 12 എന്ന് കിട്ടി. അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ LCM കണ്ടുപിടിക്കുക, അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക. ഒന്നാമത്തെ സ്റ്റെപ്പ് ക്ലിയർ. എന്നിട്ട് ചെയ്യേണ്ടത് ഇപ്പോ കിട്ടിയ ഛേദത്തിന് ആ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക. എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തിനെ അംശം കൊണ്ട് ഗുണിക്കണം. ഒന്നുകൂടെ പറഞ്ഞേ. നമ്മളിപ്പോ LCM കണ്ടുപിടിച്ചില്ലേ, അതിനെ നമ്മൾ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിച്ചു.
ഈ ഛേദത്തിനെ ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക, ആ കിട്ടുന്ന ഉത്തരത്തിന് അംശം കൊണ്ട് ഗുണിക്കുക. ഹരിക്കുക ഗുണിക്കുക, ഹരിക്കുക ഗുണിക്കുക, ഹരിക്കുക ഗുണിക്കുക. അങ്ങനെയാണെങ്കിൽ 12നെ 2 കൊണ്ട് ഹരിച്ചാൽ 6 വരും. 6 × 1 6 വരും. പ്ലസ് 12/3 4 വന്നു. 4 × 2 8 വന്നു. പ്ലസ് 12/4 3 വന്നു. 3 × 3 9 വന്നു. പ്ലസ് 12/6 2 വന്നു. 2 × 5 10 വന്നു. കണ്ടോ? ഒന്നും കൂടെ പറഞ്ഞു തരാം. അതായത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ എൽസിയം കണ്ടുപിടിക്കുക, അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക, ആ ഛേദത്തിന് ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക, ആ കിട്ടുന്ന ഉത്തരത്തിന് അംശം കൊണ്ട് ഗുണിക്കുക. സോ 12/2 6, 6 × 1 6, 12/3 4, 4 × 2 8, 12/4 3, 3 × 3 9. ഹരിക്കുക ഗുണിക്കുക, ഹരിക്കുക ഗുണിക്കുക, ഹരിക്കുക ഗുണിക്കുക എന്നങ്ങ് പഠിച്ചങ്ങ് വെക്കുക, വേറെ ഒന്നും ആലോചിക്കണ്ട. അപ്പോൾ 6ഉം 8ഉം കൂടെ കൂട്ടിയാൽ 14 അല്ലേടാ? 14 9ഉം കൂടെ കൂട്ടിയാൽ 23, 23ഉം 10ഉം കൂടെ കൂട്ടിയാൽ 33 വരും. സോ 33/12 എന്ന് വരും ആൻസർ. കണ്ടോ? 33/12 ആണ്. സോ ഇവിടെ ഓപ്ഷനകത്ത് കറക്ഷൻ പറ്റിയതാണ്. സോ ഇവിടെ നിങ്ങൾ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ 33/12 ഇട്ടു. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 33/12 ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. സോ ക്ലിയർ ആയ നോക്കിക്കേ. അപ്പോൾ ഭിന്നസംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ പരീക്ഷയ്ക്ക് ചോദിക്കുവാണെങ്കിൽ തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ ഛേദങ്ങളുടെ എൽസിയം കണ്ടുപിടിക്കുക, അതിനെ ഉത്തരത്തിന്റെ ഛേദമായിട്ട് പരിഗണിക്കുക, ആ ഛേദത്തിന് ഓരോ ഛേദം കൊണ്ട് ഹരിക്കുക, ആ കിട്ടുന്ന ഉത്തരത്തിനെ അംശം കൊണ്ട് ഗുണിക്കുക, ഹരിക്കുക ഗുണിക്കുക, ഹരിക്കുക ഗുണിക്കുക, ഇങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ഒന്നിലധികം ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് ബോട്ട് മാസ് ആണ്. ബോട്ട് മാസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ അടുത്തത് ഭിന്നസംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ LCM മെത്തേഡ് വഴി ചെയ്ത് അവസാനിപ്പിക്കണം എന്നുള്ള കാര്യമായിരുന്നു അവിടെ പറഞ്ഞത്. ഇതിന്റെ ഉത്തരം 33/12 ആയിരുന്നു. 33/12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി ആയിട്ട് നമ്മൾ പരിഗണിച്ചു. സോ ഉത്തരം ഓപ്ഷൻ ഡി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സോ മൂന്നാമത്തെ ചോദ്യം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ സാധാരണ ഏത് പരീക്ഷ എഴുതാൻ പോയാലും മക്കളെ ദശാംശ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിപ്പോ ചിലപ്പോൾ ദശാംശ സംഖ്യകളെ കൂട്ടാനോ കുറയ്ക്കാനോ ആയിരിക്കും ചോദിക്കുന്നത്. അത് ഏറ്റവും സിമ്പിൾ പരീക്ഷയ്ക്ക്, ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം വളരെ താഴ്ന്ന നിലവാരമാണെങ്കിൽ കുറെ ദശാംശ സംഖ്യകൾ വന്നിട്ട് അതിനെ ഒന്ന് കൂട്ടിയെടുക്കാൻ പറയും, അല്ലെങ്കിൽ കുറയ്ക്കാൻ പറയും. ഗുണിക്കാനോ ഹരിക്കാനോ ചോദിക്കുമ്പോൾ കുറച്ച് മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ചോദ്യം നോക്കാം. നോക്കിക്കോണേ. എടാ 0.09 ഡിവൈഡഡ് ബൈ 0.003 ഇൻറ്റു 0.6 അങ്ങനെ കുറേ ഉണ്ട്. ഡിവിഷൻ ആണ്, അത്രയും ചെയ്യണം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതങ്ങ് ആദ്യം അങ്ങ് ചെയ്യാം. ഈ ഒരു പോർഷൻ ആദ്യമേ അങ്ങ് ചെയ്യാം. അപ്പൊ നമ്മൾ നോക്കുമ്പോഴേ ഈ ഒരു പോർഷൻ ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ ഭിന്നസംഖ്യകളുടെ ഹരണമാണ് ഇവിടെ അല്ലേ, ഇതൊരു സെപ്പറേറ്റ് ഹരണമാണ്. അത് പിന്നെ അടുത്ത ഹരണം വരുന്നുണ്ട്, അത് പിന്നെ അവിടെ നിൽക്കട്ടെ. ഭിന്നസംഖ്യകളുടെ ഹരണം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പരിപാടി എന്തുവാ? അതായത് അംശം ഛേദം നോക്കും. എന്നിട്ട് അംശത്തിലാണോ ഏറ്റവും കൂടുതൽ ദശാംശ സ്ഥാനം ഉള്ളത്, ഛേദത്തിലാണോ നോക്കും. എവിടെയാണോ ഏറ്റവും കൂടുതൽ ദശാംശ സ്ഥാനം ഉള്ളത് എന്ന് നോക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേടാ, ഇവിടെ അംശം മാത്രം എടുക്ക്. ഇവിടെ 2, ഇവിടെ 1. അപ്പൊ എത്രയായി? 3 ദശാംശ സ്ഥാനമാണ് മുകളിലുള്ളത്. ആണോ? അംശത്തിൽ എത്ര എണ്ണം ഉണ്ട്? 3. എങ്ങനാ? ഇവിടെ 2, ഇവിടെ 1. അപ്പൊ 2, 1, 3 അല്ലേ? സെറ്റ്. അപ്പൊ മുകളിൽ 3 ദശാംശ സ്ഥാനം ഉണ്ടെന്ന് മനസ്സിലായി. താഴെ ഇവിടെ 3, ഇവിടെ 2. അപ്പൊ എത്രയായി? 3ഉം 2ഉം 5 ദശാംശ സ്ഥാനമാണ് താഴെ ഉള്ളത്. അപ്പോൾ മുകളിൽ 3, താഴെ 5. ഇവിടെ നോക്കിക്കടാ, ഇവിടെ 3ഉം 2ഉം 5, മുകളിലെ താഴെ 2ഉം 2ഉം 4. അങ്ങനെ നമ്മൾ ദശാംശ സംഖ്യകളുടെ ഹരണം പരീക്ഷയ്ക്ക് ചോദിച്ചാല് ഏറ്റവും കൂടുതൽ ദശാംശ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കണം. അംശത്തിലാണോ ഛേദത്തിലാണോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ
ഇവിടെ 2 1 3 ഉണ്ട്, ഇവിടെ 3 2 5 ഉണ്ട്, അവിടെ 3 2 5 ഉണ്ട്, ഇവിടെ 2 2 4 ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലായി. ഇനി നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്തെന്നറിയാം? ഇത് മാത്രം അങ്ങ് എടുക്ക്. എവിടെ ഏറ്റവും കുറവ്? എവിടാ? മേളിലല്ലേ? മുകളിലാണ് കുറവ്. എത്ര കുറവുണ്ടടാ? താഴെ 5 ഇല്ലേ? താഴെ 5 അല്ലേ? മുകളിൽ എത്ര ഉണ്ട്? മേളിൽ 3 അല്ലേ ഉള്ളൂ? താഴെ 5, മേളിൽ 3 അല്ലേ? അപ്പൊ മേളിൽ 2 കുറവല്ലേ? മുകളിൽ 2 കുറവാണ്, മുകളിൽ 2 കുറവാണ്, 2 കുറവാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കിനി അത് മാത്രം മതി. നമുക്കിനി എല്ലാം എണ്ണൽ സംഖ്യകൾ ഇങ്ങനെ പെറുക്കി എടുത്താൽ മതി കേട്ടോ. എണ്ണൽ സംഖ്യകൾ പുറത്തേക്ക് പെറുക്കി എടുക്കണം. അപ്പൊ ഇവിടെ 9 ആണ്, അതായത് 0.0 എല്ലാം കളയുക. എണ്ണൽ സംഖ്യ എന്ന് പറയുമ്പോൾ 0.0 എല്ലാം കളയുക. അപ്പൊ ഇവിടെ 9 ഉണ്ട്, 9 എടുത്തു, ഇൻറ്റു 6 ഉണ്ട്, 6 എടുത്തു, ഡിവൈഡഡ് ബൈ, കാരണം ഇതെല്ലാം ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമില്ല, ഇൻറ്റു അല്ലേ, ഗുണനം ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഒരുമിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ 3 ഉണ്ട്, അവിടെ 12 ഉണ്ട്. ഓക്കെ, അതായത് ആദ്യം ദശാംശ സ്ഥാനങ്ങളുടെ എണ്ണം നോക്കിയിട്ട് എവിടെയാണ് കൂടുതൽ എവിടെയാണ് കുറവെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അവിടുന്ന് നമ്മൾ പൂർണ്ണമായ സംഖ്യകൾ മാത്രം പെറുക്കിയെടുത്തു. പൂർണ്ണമായ സംഖ്യകൾ മാത്രം പെറുക്കിയെടുത്തു പുറത്തേക്ക്. ഇനി നോക്കിക്കോണേ, മുകളിൽ 2 കുറവല്ലേ? എടാ പിള്ളാരെ, മുകളിൽ 2 കുറവല്ലേ? മുകളിൽ 2 പോയിന്റ് കുറവായതുകൊണ്ട് അത് പരിഹരിക്കാൻ 2 0 ഇട്ട് കൊടുക്കുക. മുകളില് 2 പോയിന്റ് കുറവായതുകൊണ്ട് അത് പരിഹരിക്കാൻ 2 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, 2 0 ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ 100 എഴുതിയാലും മതി. 2 0 എന്ന് പറഞ്ഞാൽ 100 അല്ലേ? എടാ 2 0 എന്ന് പറഞ്ഞാൽ 100 അല്ലേ? അപ്പൊ ഒന്നെങ്കിൽ 100 അങ്ങ് എഴുതുക, അല്ലെങ്കിൽ 6ന്റെ കൂടെയോ 9ന്റെ കൂടെയോ 2 0 ഇട്ട് കൊടുക്കുക. ആ ഒരു ഭാഗം സെറ്റായി. ഡിവൈഡഡ് ബൈ. ഇനി ഇവിടെ നോക്കിക്കേ, ആദ്യം നമുക്ക് എണ്ണൽ സംഖ്യകൾ മാത്രം എടുത്ത് എഴുതാം. 4 × 3 ഡിവൈഡഡ് ബൈ, ഇവിടെ 8 ആണ്, അപ്പുറത്ത് 27, അത് മാത്രം എഴുതി വെച്ചു. 4 എഴുതി, 3 എഴുതി, 8 എഴുതി, 27 എഴുതി. ഇനി എവിടെയാ കൂടുതൽ? മുകളിലല്ലേ കൂടുതൽ? മുകളിൽ 5 എണ്ണം ഇല്ലേ? മുകളിൽ 5 എണ്ണം ഉണ്ട്. താഴെ 4 എണ്ണമല്ലേ ഉള്ളൂ? താഴെ 4 എണ്ണമേ ഉള്ളൂ. താഴെ 1 എണ്ണം കുറവാണ്, താഴെ 1 എണ്ണം കുറവാണ്, 1 എണ്ണം കുറവാണ്. 1 എണ്ണം കുറവെന്ന് പറഞ്ഞാൽ ഒരു ദശാംശ സ്ഥാനം കുറവാണെങ്കിൽ ഒരു 0 ഇട്ട് കൊടുക്കുക. ഒരു 0 ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ 270 എഴുതിയാൽ മതി, അല്ലെങ്കിൽ 10 എഴുതി വെച്ചാലും മതി. ഇതാണ് അവസ്ഥ. ഇനി വെട്ടുമ്പോഴേ 3ന്റെ മൂന്നാമത്തെ ഗുണിതമല്ലേ 9 അല്ലേ? 3ന്റെ മൂന്നാമത്തെ ഗുണിതമാണ് 9 ആണേ. അടുത്തത് 12ന്റെ 5ാമത്തെ ഗുണിതമാണ് 60. ആ 0 മറന്നു പോകല്ലേ, 0 കൂടെ കയറ്റി എഴുതി. അപ്പൊ അവിടെ 3 × 50 എന്ന് അവസാനിച്ചു. ഒന്നും കൂടെ പറയാം, 3ന്റെ മൂന്നാമത്തെ ഗുണിതമാണ് 9, 12ന്റെ 5ാമത്തെ ഗുണിതമായിരുന്നു 60. ആ 0 കൂടെ കയറ്റി എഴുതിയാല് മുകളില് 3 × 50 എന്ന് വരും. അവിടെ നിർത്തി. ഇനി അപ്പുറത്തെ പോയിന്റിലേക്ക് വാ. അവിടെ മക്കളെ 3ന്റെ 9ാമത്തെ ഗുണിതമല്ലേ 27? 3ന്റെ 9ാമത്തെ ഗുണിതമാണ് 27. അതേപോലെ 4ന്റെ 2ാമത്തെ ഗുണിതമല്ലേ 8? 4ന്റെ 2ാമത്തെ ഗുണിതമാണ് 8 എന്ന് മനസ്സിലായി. ഇപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവിടെ 3 × 50 ഡിവൈഡഡ് ബൈ 1, അപ്പുറത്ത് ഡിവൈഡഡ് ബൈ 1, ഒന്നുമില്ലെങ്കിൽ അതിന്റെ അർത്ഥം 1 ആണ്. 1 ഡിവൈഡഡ് ബൈ 2 × 9 × 10 എന്ന് കിട്ടി. അതായത് 2 ഭിന്നസംഖ്യ, ഇവിടെ ഒരു ഭിന്നസംഖ്യ, അവിടെ ഒരു ഭിന്നസംഖ്യ. 2 ഭിന്നസംഖ്യകളെ ഹരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ഭിന്നസംഖ്യകളെ ഹരിക്കണമെങ്കിൽ ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ തന്നെ എഴുതുക, പിന്നെ ഉള്ളത് തലതിരിച്ച് ഗുണിക്കുക. അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അങ്ങനല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്? എടാ 2 ഭിന്നസംഖ്യകളെ ഹരിക്കണമെങ്കിൽ ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ തന്നെ എഴുതുക, രണ്ടാമത്തതിന് തലതിരിക്കുക, രണ്ടാമത്തതിന് തലതിരിച്ച് ഗുണിക്കുക, തലതിരിച്ചിട്ട് ഗുണിക്കുക. സോ അങ്ങനാണെങ്കിൽ നോക്കിക്കോണേ, ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ തന്നെ എഴുതി, 3 × 50 അതുപോലെ തന്നെ എഴുതി. ഓക്കെ, രണ്ടാമത്തതിനെ തലതിരിച്ചിട്ട് ഗുണിക്കുക. തലതിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറഞ്ഞാല് 2 × 9 × 10 മേളിപ്പോയി.
2 × 9 × 10 മുകളിൽ പോയിട്ട് താഴെ 1 വരും. ഇതങ്ങ് നേരെ തിരിച്ചും കിട്ടാൽ മതി, വേറെ ഒന്നും ആലോചിക്കണ്ട. ഇനി നോക്കിക്കോണടാ, 50. അപ്പൊ ഇനി ഇവിടെ വേറെ വെട്ടാനായിട്ടൊന്നുമില്ല. ഭിന്നസംഖ്യകളെ ഗുണിക്കണമെങ്കിൽ അംശങ്ങളെല്ലാം കൂടെ ഗുണിച്ച് അംശത്തിൽ എഴുതുക, ഛേദങ്ങളെല്ലാം കൂടെ ഗുണിച്ച് ഛേദത്തിൽ എഴുതുക. അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഭിന്നസംഖ്യകളുടെ ഗുണനമെന്ന് പറഞ്ഞാല് അംശങ്ങളെല്ലാം കൂടെ ഗുണിച്ച് അംശത്തിൽ എഴുതുക, ഛേദങ്ങളെല്ലാം കൂടെ ഗുണിച്ച് ഛേദത്തിൽ എഴുതുക. ഇതാണ് ഐഡിയ. ഓക്കെ, 50 2 കൂടെ ഗുണിച്ചാൽ 100, അതവിടെ നിൽക്കട്ടെ. ഇനി 10 9 കൂടെ ഗുണിച്ചാൽ എത്ര? 10 × 9 90 അല്ലേ? ആ 90ഉം ഈ 3 കൂടെ ഗുണിച്ചാൽ എത്ര? 90 × 3 9 3 27 270 അല്ലേ? 90നെ 3 കൊണ്ട് ഗുണിച്ചാല് 270 വരും. ആ 270നെയാണ് നമ്മൾ നേരത്തെ മാറ്റിവെച്ച 100 കൊണ്ട് ഗുണിക്കണം. 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2 0 ഇട്ട് കൊടുത്താൽ പോരെ? 100 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2 0 ഇട്ട് കൊടുത്താൽ മതി. ഉത്തരം 27,000 ആണ്. 27,000 ആണ്. അതായത് ഓപ്ഷൻ സി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറഞ്ഞു തരാം. നിങ്ങൾ എപ്പോഴും പരീക്ഷയ്ക്ക് ഭിന്നസംഖ്യകളുടെ ഹരണം ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ മക്കളെ അംശത്തിൽ എത്ര, ഛേദത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കണം. അംശത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കണം, ഛേദത്തിൽ എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കണം. എവിടെയാണോ കൂടുതലുള്ളത്, ഇപ്പൊ മുകളിൽ 5 എണ്ണം ഉണ്ടെന്ന് കരുതുക, താഴെ 2 എണ്ണം ഉള്ളെന്ന് കരുത്. അപ്പൊ താഴെ 3 എണ്ണം കുറവല്ലേ? താഴെ 3 എണ്ണം കുറവാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? അടുത്ത സ്റ്റെപ്പിലെ ആ എണ്ണൽ സംഖ്യകൾ മാത്രം ഇങ്ങോട്ട് എടുത്ത് എഴുതി വെച്ചിട്ട് താഴെ 3 കുറവായത് കൊണ്ട് 3 0 അങ്ങ് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളു പരിപാടി. ഇങ്ങനെയാണ് നമ്മൾ എവിടെയാണോ കുറവുള്ളത് അത്രയും 0 കൊടുക്കുക. എടാ, 1 സ്ഥാനം കുറവാണെങ്കിൽ 1 0 കൊടുക്കുക, 2 സ്ഥാനം കുറവാണെങ്കിൽ 2 0 കൊടുക്കുക. എവിടെയാണോ കുറവ് അവിടെ നിങ്ങൾ 0 ഇട്ട് കൊടുക്കുക. എവിടെയാണോ 2 സ്ഥാനം കുറവുള്ളത് അവിടെ 2 0 ഇട്ട് കൊടുക്കുക. എവിടെയാണോ 3 സ്ഥാനം കുറവുള്ളത് അവിടെ 3 0 ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് പഠിക്കണം. അപ്പോൾ നമുക്ക് ദശാംശ സംഖ്യകളുടെ ഹരണം എന്ന് പറയുന്ന പോർഷൻ ഉണ്ടല്ലോ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സോ ആ ഒരു ചോദ്യം കൂടി നമ്മൾ അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. 27,000 ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. സോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാൻ പോകുന്ന 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സോ നന്നായിട്ട് കരുതി വെച്ചോണം, നന്നായിട്ട് കരുതി ഇരുന്നോണം. സോ മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കിയോണേ, നമുക്കുള്ള 20 കുട്ടികളുടെയും 5 അധ്യാപകരുടെയും ശരാശരി വയസ്സ് 20 ആണെന്നാണ് പറയുന്നത്. അപ്പോൾ 20 കുട്ടികളും 5 അധ്യാപകരും കൂടെ ആവുമ്പോൾ മൊത്തം എത്ര പേരായി? എടാ, 20 കുട്ടികൾ പ്ലസ് ഒരു 5 അധ്യാപകർ. അപ്പൊ 20 കുട്ടികളും 5 അധ്യാപകരും കൂടെ ആവുമ്പോൾ മൊത്തം 25 പേരായില്ലേ? ആ 25 പേരുടെ ശരാശരി വയസ്സ് 20 അല്ലേ? മൊത്തം 25 പേരുണ്ടെന്നും ആ 25 പേരുടെ ശരാശരി വയസ്സ് 20 ആണെന്നും മനസ്സിലാക്കിക്കോണം. ക്വസ്റ്റ്യന്റെ ഒന്നാമത്തെ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത് അതാണ്. 20 കുട്ടികളും 5 അധ്യാപകരും കൂടെ ആകുമ്പോൾ 25 പേരായി. ആ 25 പേരുടെ ശരാശരി വയസ്സ് 20 ആണെന്ന് പറഞ്ഞു വൃത്തിയായിട്ട് എഴുതി വെച്ചു. ഓക്കെ, അത് കഴിഞ്ഞു. ഒരു അധ്യാപകൻ ഒഴിവായി പോയിട്ട് മറ്റൊരു അധ്യാപകൻ തിരിച്ചു വന്നപ്പോൾ ശരാശരി വയസ്സ് 1 കൂടി എന്നാണ് പറയുന്നത്. ശരാശരി 1 കൂടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഓരോരുത്തരുടെയും വയസ്സ് ഓരോന്ന് കൂടി എന്നാണ് അർത്ഥം. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾക്ക് ആ ഒരു ഐഡിയ ഇല്ലെന്ന് കരുത്. നിങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുക കണ്ടുപിടിച്ചുകൊണ്ടാണ് പ്രോബ്ലം ചെയ്യാൻ ഇഷ്ടമെങ്കിൽ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചിട്ടുണ്ട്. ഇവിടെ മക്കളെ, ശരാശരി എന്ന് പറഞ്ഞാൽ ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം അല്ലേ? ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം അല്ലേ? അവിടുന്ന് അല്ലെ ശരാശരി കണ്ടുപിടിക്കണമെങ്കിൽ സംഖ്യകളുടെ തുക എടുക്കുക, എണ്ണം കൊണ്ട് ഹരിക്കുക. അങ്ങനെയാണെങ്കിൽ ശരാശരി ഈസ് ഈക്വൽ ടു തുക ബൈ എണ്ണം ആണെങ്കിൽ അവിടുന്ന് തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്താൽ പോരെ? ശരാശരിയും എണ്ണം കൂടെ ഗുണിച്ചാൽ പോരെ? ഒരിക്കലും മറന്നു പോകില്ലേ. തുക കണ്ടുപിടിക്കണമെങ്കിൽ ശരാശരിയും എണ്ണം കൂടെ ഗുണിക്കുക. തുക കണ്ടുപിടിക്കണമെങ്കിൽ ശരാശരിയും എണ്ണം കൂടെ ഗുണിക്കുക. ശരാശരിയും എണ്ണം കൂടെ ഗുണിക്കുക. ശരാശരിയും എണ്ണം കൂടെ ഗുണിച്ചാട്ടെ. അങ്ങനാണെങ്കിൽ
ശരാശരി 20, എണ്ണം 25. എടാ ശരാശരിയും എണ്ണവും കൂടെ ഗുണിക്കുക, തുക കിട്ടും. ശരാശരിയും എണ്ണവും കൂടെ ഗുണിക്കുക, 20ഉം 25ഉം കൂടെ ഗുണിക്കുക, 20ഉം 25ഉം കൂടെ ഗുണിക്കുക. 25 × 20 എത്ര? അല്ലെ 20 × 25 എത്ര? 500 എന്ന് വരും. അതായത് വയസ്സുകളുടെ തുക 500 ആണെന്ന് മനസ്സിലായി. ആദ്യമേ ഇനി പുതുതയിലേക്ക് വാ. ഒരാള് പോയിട്ട് പുതിയൊരാൾ വന്നു. അപ്പൊ ആളുകളുടെ എണ്ണത്തിലെ വ്യത്യാസം ഇല്ലല്ലോ? ഇല്ല. ആളുകളുടെ എണ്ണത്തിലെ ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ ആളുകളുടെ എണ്ണം 25 തന്നെയാണ്. പക്ഷേ ശരാശരി ഒന്നുകൂടി എന്നാണ് പറയുന്നത്. അപ്പൊ നേരത്തെ 20 ആയിരുന്നു, ഇപ്പൊ എത്രയായി? 21 ആയിട്ട് മാറി. നേരത്തെ 20 ആയിരുന്നു, ഇപ്പോൾ എത്ര ആയിട്ട് മാറി? 21 ആയിട്ട് മാറി. 21 ആയിട്ട് മാറി. ഓക്കെ, 21 എന്ന് എഴുതി വെച്ചു. സോ അങ്ങനെയാണെങ്കിൽ വയസ്സുകളുടെ തുക എത്ര വരും? വയസ്സുകളുടെ തുക കണ്ടുപിടിക്കണമെങ്കിൽ ശരാശരിയും എണ്ണവും കൂടെ ഗുണിക്കുക. ശരാശരി 21, എണ്ണ 25, 21 25ഉം കൂടെ ഗുണിക്കുക. 21ഉം 25ഉം കൂടെ ഗുണിച്ചാട്ടെ. 5 5 കണ്ടോ? 10ഉം 2 കൂടെ കൂട്ടിയാൽ 12, ശിഷ്ട 1, 2 2 4 4 1 5, 525 എന്ന് വരും. 525 ആണ് വയസ്സുകളുടെ തുക. വയസ്സുകളുടെ തുക 525. എങ്ങനെ വയസ്സുകളുടെ തുക കിട്ടിയത്? തുക കണ്ടുപിടിക്കണമെങ്കിൽ ശരാശരിയും എണ്ണം കൂടെ ഗുണിക്കുക. എടാ തുക കണ്ടുപിടിക്കണമെങ്കിൽ ശരാശരിയും എണ്ണം കൂടെ ഗുണിച്ചാൽ മതി. ശരാശരി 21, എണ്ണം മാറ്റമില്ല 25, 21ഉം 25ഉം കൂടെ ഗുണിച്ചാൽ 525. അതായത് പുതിയതായിട്ട് ഇപ്പോൾ വയസ്സുകളുടെ തുക 525 ആണ്. നേരത്തെ എത്ര ആയിരുന്നു? നേരത്തെ 500 അല്ലായിരുന്നോ? നേരത്തെ 500 ആയിരുന്നു, ഇപ്പോൾ 525 ആയിട്ട് മാറി. എന്താണ് വ്യത്യാസം? 25 കൂടിയില്ലേ? അതായത് വയസ്സുകള് മൊത്തത്തില് 25ന്റെ വർധനവ് മൊത്തത്തിൽ ഉണ്ടായി അല്ലെ? തുകയിലെ 25ന്റെ വർധനവ് ഉണ്ടായി. ചോദിച്ചത് വയസ്സുകളുടെ വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചത്. വ്യത്യാസം എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക. അതായത് 525 നിന്ന് 500 കുറച്ച എത്ര? 525 നിന്ന് 500 കുറച്ച 25 അല്ലേ? എടാ 525 നിന്ന് 500 കുറയ്ക്കുവാണെങ്കിൽ ഉത്തരം 25 എന്ന് വരും. സിമ്പിൾ പരിപാടി. അത് നമ്മൾ ഉപയോഗിച്ച മെത്തേഡ് ഓരോ ഭാഗത്തെയും തുക കണ്ടുപിടിച്ചു. തുക കണ്ടുപിടിക്കണമെങ്കിൽ ശരാശരിയും എണ്ണം കൂടെ ഗുണിക്കുക. തുക കണ്ടുപിടിക്കണമെങ്കിൽ ശരാശരിയും എണ്ണം കൂടെ ഗുണിച്ചാൽ മതി എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഇപ്പൊ ശരാശരി 20 ആയിരുന്നു, എണ്ണം 25, 20ഉം 25ഉം കൂടെ ഗുണിച്ച 500 വരും ആദ്യമേ. ഇനി ഒരാൾ പോയിട്ട് മറ്റൊരാൾ വരുമ്പോൾ എണ്ണത്തിലെ വ്യത്യാസം വരുന്നില്ല, 25 തന്നെയാണ്. ശരാശരി ഒന്നുകൂടി 20 21 ആയിട്ട് മാറി. അപ്പോൾ അവിടുത്തെ തുക കണ്ടുപിടിക്കാന് ശരാശരിയും എണ്ണം കൂടെ ഗുണിക്കുക. ശരാശരി 21, എണ്ണ 25, 21 25ഉം കൂടെ ഗുണിച്ച 525. ചോദ്യം, ആ വയസ്സുകളുടെ വ്യത്യാസം എത്ര? ഇപ്പോഴത്തെ വയസ്സുകളുടെ തുക 525, നേരത്തെ 500, തമ്മിലുള്ള വ്യത്യാസം 525 നിന്ന് 500 കുറച്ചാല് ഉത്തരം 25. ഉത്തരം 25. ഇനി മറ്റൊരു എളുപ്പവഴിയുണ്ട്. എന്തെന്നറിയാം? അതായത് ഇവിടെ ഒരാളിന് പകരം പുതിയൊരാൾ വന്നു. ആളുകളുടെ എണ്ണത്തിലെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ശരാശരി ഒന്നുകൂടി എന്നല്ലേ പറയുന്നത്? ആണ്. എടാ മക്കളെ, ശരാശരി ഒന്ന് കൂടുക എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും വയസ്സ് ഓരോന്ന് കൂടി എന്നാണ് അതിന്റെ ഇന്റർമീനിങ്. അത് നിങ്ങൾ ശരാശരി പഠിക്കുമ്പോഴേ കിട്ടത്തുള്ളൂ. ശരാശരി ഒന്നുകൂടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഓരോരുത്തരുടെയും വയസ്സ് ഓരോന്ന് കൂടി എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ മൊത്തം 25 പേരല്ലേ ഉള്ളത്. ആ 25 പേരുടെയും വയസ്സ് ഓരോന്ന് കൂടും എന്നാണ് അർത്ഥം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും. കാരണം കൂടുന്നത് 25 അല്ലേ. നേരത്തെ 300 ആണെങ്കിൽ ഇപ്പൊ 325 ആവും. അല്ല നേരത്തെ 500 ആണെങ്കിൽ ഇപ്പൊ 525 ആവും. നേരത്തെ കാര്യം നമുക്ക് അറിയേണ്ട ആവശ്യമില്ലല്ലോ. നേരത്തെ എത്രയെങ്കിലും ആയിക്കോട്ടെ, ഇപ്പോൾ എന്തായാലും 25 കൂടുമല്ലോ. അപ്പൊ വ്യത്യാസം എടുത്താൽ 25ന്റെ വർധനവല്ലേ ഉണ്ടായത്. അപ്പൊ നിങ്ങളുടെ ഉത്തരം 25 എന്ന് വരും. അതായത് ശരാശരി വയസ്സ് ഒന്ന് കൂടുക എന്ന് പറഞ്ഞാല് ഓരോരുത്തരുടെയും വയസ്സ് ഓരോന്ന് കൂടി. ശരാശരി വയസ്സ് 2 കൂടുക എന്ന് പറഞ്ഞാല് ഓരോരുത്തരുടെയും വയസ്സ് 2 കൂടി. ശരാശരി വയസ്സ് 1 കുറഞ്ഞു എന്ന് പറഞ്ഞാല് ഓരോരുത്തരുടെയും വയസ്സ് ഓരോന്ന് കുറഞ്ഞു. ശരാശരി വയസ്സ് 2 കുറഞ്ഞു എന്ന് പറഞ്ഞാല് ഓരോരുത്തരുടെയും വയസ്സ് 2 കുറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. ആ ഒരു കാര്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഇതായിരുന്നു ഈ ഒരു ഭാഗത്തുനിന്ന്, ശരാശരി എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് ചോദിച്ച നല്ലൊരു ചോദ്യം. അതുകൂടി നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പതിയെ കിടക്കുവാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്:
3 പാത്രങ്ങളിലായിട്ട് ഏറ്റവും കുറഞ്ഞത് എത്ര ലിറ്റർ വീതം അരി ഉണ്ടായാലാണ് 6 ലിറ്റർ, 8 ലിറ്റർ, 9 ലിറ്റർ വീതം അളവ് പാത്രങ്ങൾ യഥാക്രമം ഓരോന്നിലും ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് അരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചത്. സാധാരണ നമ്മൾ അരിയൊക്കെ പറയുന്നത് നമ്മൾ കിലോഗ്രാമിലാണ് സാധാരണ പറയുന്നത്. ചോദ്യം ഇതുപോലെ തന്നെയാണ് ടൈപ്പ് ചെയ്ത് വന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അരി ഒന്ന് മാറ്റി പിടിക്കാം. അരിക്ക് പകരം നമുക്ക് മണ്ണെണ്ണയാക്കാം. കാരണം എന്നാൽ ലിറ്റർ ശരിയാവത്തുള്ളൂ. അപ്പോൾ 3 പാത്രങ്ങളിലായിട്ട് ഏറ്റവും കുറഞ്ഞത് എത്ര ലിറ്റർ വീതം മണ്ണെണ്ണ ഉണ്ടായാലാണ് 6 ലിറ്റർ, 8 ലിറ്റർ, 9 ലിറ്റർ വീതം അളവ് പാത്രങ്ങൾ യഥാക്രമം ഓരോന്നിലും ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് മണ്ണെണ്ണ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാൻ കഴിയുന്നത് എന്നാണ് ചോദിച്ചത്. അതായിരുന്നു നമ്മുടെ ചോദ്യം. അപ്പോൾ ചോദ്യം കാണുമ്പോഴേ നമുക്കറിയാം, ഏറ്റവും കുറവ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഏറ്റവും കുറവ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ എൽസിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് വന്നേ പറ്റൂ. അതങ്ങനെയാണല്ലോ. പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ 343 എന്ന് പറയുന്ന ഒരു സംഖ്യ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരുമ്പോൾ അത് 7ന്റെ ക്യൂബ് ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ ആ ട്രാക്കിലുള്ളത് കൊണ്ടല്ലേ. അല്ലാതെ ഒരുത്തൻ ഇപ്പം ഞാൻ PSC പഠിച്ചു തുടങ്ങിയ ഒരു വ്യക്തിയാണെങ്കിൽ 343 എന്ന് പറയുന്ന ഒരു സംഖ്യ കാണുമ്പോൾ എന്റെ മനസ്സിൽ 343 അല്ലാതെ വേറെ ചിന്താഗതികളൊന്നും വരത്തില്ല. പക്ഷേ നിങ്ങൾ ട്രാക്കിലുള്ള ഉദ്യോഗാർത്ഥിയാണെന്നുണ്ടെങ്കിൽ 216 കാണുമ്പോൾ നിങ്ങൾ പറയും, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 216 എന്ന് പറഞ്ഞാലേ 6ന്റെ ക്യൂബ് ആണല്ലോ എന്ന് മനസ്സിൽ വരും. അങ്ങനെ വരണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ 3 പാത്രങ്ങളിലായിട്ട് ഏറ്റവും കുറഞ്ഞത് എത്ര ലിറ്റർ വീതം മണ്ണെണ്ണ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് 6 ലിറ്റർ എടുക്കാൻ സാധിക്കണം. ചില സമയത്ത് എനിക്ക് 6 ലിറ്റർ ആയിരിക്കും. ഞാൻ ചിലപ്പോൾ ഇവിടുന്ന് 6 എടുക്കും, ഇവിടുന്ന് 6 എടുക്കാം, ചിലപ്പോൾ അവിടുന്ന് ആയിരിക്കും 6 എടുക്കുന്നത്. എനിക്ക് 6 ലിറ്റർ എടുക്കാൻ സാധിക്കണം. ചില സമയത്ത് എനിക്ക് 8 ലിറ്റർ എടുക്കേണ്ടി വരും. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ളതിനകത്ത് നിന്ന് 8 എടുക്കാൻ സാധിക്കണം. ചില സമയത്ത് എനിക്ക് 9 ലിറ്റർ എടുക്കേണ്ടി വരും. അപ്പൊ ഞാൻ 9 ലിറ്റർ എടുക്കും. അങ്ങനെ 6 ലിറ്റർ എടുക്കാൻ സാധിക്കണം. അതേപോലെ 8 ലിറ്റർ എടുക്കാൻ സാധിക്കണം. അതേപോലെ 9 ലിറ്ററും എടുക്കാൻ സാധിക്കണം. അതിന് ഏറ്റവും കുറഞ്ഞത് ഇതിനകത്തൊക്കെ എത്ര ലിറ്റർ വീതം മണ്ണെണ്ണ അതിനകത്തുണ്ടായിരിക്കണം എന്നാണ് ചോദ്യം. ഒന്നുമില്ലടാ, LCM കണ്ടുപിടിക്കുക. പരിപാടി കഴിഞ്ഞു. സോ LCM 6, 8, 9. 6ന്റെയും 8ന്റെയും 9ന്റെയും LCM കണ്ടുപിടിച്ച ആൻസർ ആയി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ പ്രോബ്ലം ആണ്. ഇപ്പൊ നമ്മൾ 2024 നമ്മുടെ ആദ്യഘട്ട LGSന്റെ പരീക്ഷ എഴുതിയപ്പോൾ കുറെ സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്ന് ചോദിച്ചു. അതിന്റെ അർത്ഥം എന്തുവാ? LCM കണ്ടുപിടിച്ചാൽ പോരെ. അങ്ങനെ LCM ആൻഡ് HCF എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. എങ്കിൽ മാത്രമേ എക്സാം അടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ചോദ്യം കാണുമ്പോൾ അത് ഇന്ന ചോദ്യമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവിടെ 6, 8, 9 ആണ്. നമുക്ക് എന്തായാലും ഒന്നുകിൽ 2 കൊണ്ട് ഹരിക്കാൻ സാധിക്കുന്ന സംഖ്യകളുണ്ട്, അതും അല്ലെങ്കിൽ 3, ഏതെങ്കിലും നിങ്ങൾ ഇഷ്ടം. ഇപ്പൊ നമുക്ക് 3 കൊണ്ട് അങ്ങ് ചെയ്യാം. 2 കൊണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. 3 കൊണ്ട് ഘടകക്രിയ എന്ന് പറഞ്ഞ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. ഇവിടെ മക്കളെ 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2 ആണ്. 8നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, 8 താത്തിറക്കി. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ 3 ആണ്. അപ്പോഴാണ് മനസ്സിലായത്, ആണ്ടേ 2, 8, 3 അവിടെ 2 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കും. സോ 2നെ 2 കൊണ്ട് ഹരിച്ച 1, 8നെ 2 കൊണ്ട് ഹരിച്ച 4, 3 അതുപോലെ താത്തിറക്കി. ഇനി ഒരു ഘടകക്രിയ പോസിബിൾ അല്ല. കാരണം 4, 3 1, 4, 3 അറ്റ്ലീസ്റ്റ് 2 സംഖ്യകളെങ്കിലും ഹരിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രമേ താഴോട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇനി ഒരു ഘടകക്രിയ പോസിബിൾ അല്ല എന്ന് മനസ്സിലായി. സോ അങ്ങനെയാണെങ്കിൽ എല്ലാം കൂടെ ഗുണിച്ചാൽ മതി. അതായത് 3 × 3 9 ആണെന്നറിയാം.
9 × 4 36, 36 × 2 72. സോ 72 ലിറ്റർ മണ്ണെണ്ണ ഇതിനകത്തും ഉണ്ടാവണം, ഇതിനകത്തും ഉണ്ടാകണം, ഇതിനകത്തും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളപ്പം ഇതിനകത്ത് നിന്ന് 6 എടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്ത് നിന്ന് 6 എടുക്കാം, അല്ലെ ഇതിനകത്ത് നിന്ന് 6 എടുക്കാം, അല്ലെ ഇതിനകത്ത് നിന്ന് 9 എടുക്കാം. അങ്ങനെ എല്ലാം എടുക്കാൻ സാധിക്കും. അപ്പൊ ഏറ്റവും കുറഞ്ഞത് 72 ലിറ്റർ മണ്ണെണ്ണ എങ്കിലും ഉണ്ടാകണം എന്നുള്ളതായിരുന്നു റൈറ്റ് ആൻസർ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഇനിയും പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ക്രാക്ക് ചെയ്തോണം. ഇത് സ്ഥിരമായിട്ട് കാണുന്ന LCM ആൻഡ് HCF എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നന്നായിട്ട് കരുതിയിരിക്കുക, ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അങ്ങനെ ആ ഒരു ചോദ്യം കൂടി അവിടെ നമ്മൾ പറഞ്ഞു പോയി. അടുത്തത്, ഇവിടെ മക്കളെ ഒരു സംഖ്യയുടെ 2/3 ഭാഗവും അതേ സംഖ്യയുടെ 1/6 ഭാഗവും കൂടെ കൂട്ടിയപ്പോൾ 30 കിട്ടി. അങ്ങനെയാണെങ്കിൽ സംഖ്യ ഏതാണ് എന്നാണ് ചോദ്യം. സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. സംഖ്യ നമുക്കറിയില്ല. എടാ കുഞ്ഞുങ്ങളെ, സംഖ്യ നമുക്ക് x എന്നെടുക്കാം. സംഖ്യ നമുക്കറിയില്ല. സംഖ്യയെ നമുക്ക് x എന്നെടുക്കാം. ആ x-ന്റെ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ചോദ്യകർത്താവ് പറയുന്നു സംഖ്യയുടെ 2/3 1/6 കൂടെ കൂട്ടാൻ പറയുന്നു. നമുക്ക് കൂട്ടാം. 2/3 1/6 കൂടെ കൂട്ടിക്കോ. 2/3 1/6 കൂടെ കൂട്ടിയാട്ടെ. 2/3 1/6 കൂടെ കൂട്ട്. വേണമെങ്കിൽ LCM മെത്തേഡ് വഴി ചെയ്യാം, അല്ലെങ്കിൽ ക്രോസ് ആയിട്ട് ഗുണിച്ചാലും മതി. ആകെ 2 എണ്ണമല്ലേ ഉള്ളൂ. സോ അതുകൊണ്ട് ക്രോസ് ആയിട്ട് ഗുണിക്കുക. അതായത് 2 × 6 12 പ്ലസ് 3 × 1 3 ഡിവൈഡഡ് ബൈ 3 × 6 18. എടാ 12 3 കൂടെ കൂട്ടിയാൽ 15 വരും. 15/18 എന്ന് വരും. വെട്ടി ചെറുതാക്കുവാണെങ്കിൽ നമുക്ക് 3 കൊണ്ട് വെട്ടിക്കൂടെ? 3 കൊണ്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ അർത്ഥം 3 കൊണ്ട് ഹരിക്കുക. 15-നെ 3 കൊണ്ട് ഹരിച്ച എത്ര? 15-നെ 3 കൊണ്ട് ഹരിച്ച 5 ആണ്. 18-നെ 3 കൊണ്ട് ഹരിച്ച 6 ആണ്. 5/6 എന്ന് വന്നില്ലേ? അതായത് 2/3 1/6 കൂടെ കൂട്ടുമ്പോൾ 5/6 എന്ന് കിട്ടി. അതായത് ഒരു സംഖ്യയുടെ 2/3 1/6 കൂടെ കൂട്ടിയാൽ സംഖ്യയുടെ 5/6 കിട്ടും. 5/6 കിട്ടും. ആ കിട്ടുന്നതാണ് 30. ആ കിട്ടുന്ന സംഖ്യയാണ് 30. ഒന്നും കൂടെ പറയാം. ഏതോ ഒരു സംഖ്യയുടെ 2/3 1/6 കൂടെ കൂട്ടാൻ പറഞ്ഞു. കൂട്ടി നോക്കിയപ്പോൾ 5/6 കിട്ടി. സംഖ്യയുടെ 5/6 കിട്ടി. ആ കിട്ടുന്നത് 30 എന്ന് പറഞ്ഞു നമ്മൾ വൃത്തിയായിട്ട് 30 എഴുതി വെച്ചു. അവിടുന്ന് സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. സംഖ്യയുടെ വില എത്ര? സംഖ്യ ഏത് എന്നാണ് ചോദിച്ചത്. നമുക്കൊരു കാര്യം ചെയ്യാം. എക്സിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ഇവിടെ ഗുണിച്ചുകൊണ്ടിരിക്കുന്ന 5/6 എടുത്ത് അപ്പുറത്തേക്ക് തട്ടാം. ഈ 5/6 അപ്പുറത്തേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും 6/5 ആയിട്ട് മാറിയില്ലടാ. ഇവിടെ കിടക്കുന്ന 5/6 എടുത്ത് അപ്പുറത്തേക്ക് തട്ടുവാണെങ്കിൽ 6/5 ആയിട്ട് മാറും. സ്വാഭാവികമായിട്ട് തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. എടാ 5-ന്റെ 6ാമത്തെ ഗുണിതമല്ലേ 30 അല്ലേ? 5-ന്റെ 6ാമത്തെ ഗുണിതം ആണ് 30. 6 × 6 എത്ര? 6-നെ 6 കൊണ്ട് ഗുണിച്ചാൽ 36 എന്ന് വരും. 36 ആയിരുന്നു റൈറ്റ് ആൻസർ. അതായത് ഓപ്ഷൻ എ ആയിരുന്നു ആൻസർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ വെച്ച് വേണമെങ്കിൽ ചെയ്യാം. അല്ലാതെ ഇത്തരത്തില് എക്സ് ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിലും പ്രോബ്ലം ചെയ്ത് അവസാനിപ്പിക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചോദിച്ചു പോയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇതുപോലെ ചോദ്യങ്ങൾ ഇപ്പോഴത്തെ പരീക്ഷയും റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വരാൻ പോകുന്ന പരീക്ഷകളിലൊക്കെ ഇതുപോലെ ഒരു സംഖ്യയുടെ ഇത്ര ഭാഗവും അതേ സംഖ്യയുടെ ഇത്ര ഭാഗവും കൂടെ കൂട്ടുവാണെങ്കിൽ ഇന്ന സംഖ്യ കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ സംഖ്യ ഏത് എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. വൃത്തിയായിട്ട് ഒന്ന് ചെയ്ത് പഠിച്ചോണേ. അതേപോലെ തന്നെ നമ്മുടെ വരാൻ പോകുന്ന 10th പ്രിലിംസിന്റെ പരീക്ഷ നമുക്കറിയാം. ഡിസംബർ മാസം അവസാനത്തോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അതേപോലെ ജനുവരി മാസത്തോടുകൂടിയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ 10th ലെവൽ പ്രിലിംസിന്റെ പരീക്ഷ. സോ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പരീക്ഷയാണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്ന പരീക്ഷയും
അതേപോലെ ലാബ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളൊക്കെ ഈ 10th പ്രിലിംസിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളാണ്. സോ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പൊതുവെയുള്ള ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങൾ, കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഏകദേശം നവംബർ തീരാറായി. ഇനി ഒരു ഡിസംബർ എന്ന് പറയുന്ന ആ ഒരു മാസത്തിലെ നമ്മൾ എടുക്കുന്ന എഫോർട്ടിന്റെ റിസൾട്ടാണ് പരീക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്തേണ്ടത്. സോ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ ഒരു റിവിഷൻ ലെവലിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഠനം ഏകദേശം മുക്കാൽ ഭാഗത്തായി ഇനി ഒരു നെർവസ് സിറ്റുവേഷൻ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആയിരിക്കാം. സോ ഇവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നമ്മൾ റിവിഷൻ ഓറിയന്റഡ് ആയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മളൊരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 10th പ്രിലിംസിന് വേണ്ടി മാത്രമായിട്ട് ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ട് ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് പരീക്ഷകളും നടത്തി അതിൻ്റെ ലൈവ് ക്ലാസ്സുകളും നടത്തിക്കൊണ്ട് നോട്ടുകളും തന്നുകൊണ്ട് എന്തൊക്കെയാണ് ഓരോ ദിവസങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങളുടെ പരീക്ഷയുടെ ഡേറ്റ് വരെ നിങ്ങൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടത് എന്നുൾപ്പെടെ ഒരു മെന്ററിന്റെ സപ്പോർട്ടോടു കൂടി നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ 45 ദിവസത്തെ ടൈം ടേബിൾ അറേഞ്ച് ചെയ്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇവിടെയും നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളവിടെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സോ ഒരു വലിയ ഒരു അനുഗ്രഹമായിരിക്കും ഈ ബാച്ച്. കാരണം അവസാന ലാപ്പിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യം മാർഗനിർദ്ദേശം തന്നുകൊണ്ട് നിങ്ങളുടെ റിസൾട്ടിലെ നിർണായകമായ പങ്ക് വഹിക്കാൻ ഈ ഒരു ബാച്ചിന് സാധിക്കും. സോ നിങ്ങളുടെ കൂടെ ഒരു മെന്റർ ഉണ്ടാവും. സോ പരമാവധി ഈ ഒരു സാധ്യത പരിചയപ്പെടുത്തുക. സോ ബോർഡ് നമ്പർ നിങ്ങൾ നോക്കുക, 8590202323 എന്ന് പറഞ്ഞ നമ്പറിലെ കോൺടാക്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കൃത്യം കാര്യങ്ങൾ, ഇൻഫർമേഷൻ ഉൾപ്പെടെ കംപ്ലീറ്റ് കാര്യങ്ങൾ അവിടെ കിട്ടും. സോ അവിടെയും ഇതുപോലെ തന്നെ നമ്മൾ തീർപ്പാർന്ന ചോദ്യങ്ങളുമായിട്ട് വീണ്ടും മുമ്പോട്ട് പോകുന്നതാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ 2024 അവസാന സമയത്തോടുകൂടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫോഴ്സുകളിൽ ഒരു പരീക്ഷയാണ് പോലീസ് എന്ന് പറയുന്ന പരീക്ഷ, CPO പരീക്ഷ. സോ CPO പരീക്ഷയ്ക്ക് ഇനി എപ്പോഴാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്, നിലവിലെ നോട്ടിഫിക്കേഷൻ എന്തൊക്കെ നിയമനങ്ങൾ നടന്നുപോയി, ഇനി പഠിച്ചു കഴിഞ്ഞ ജോലി കിട്ടുമോ, സോ ഇനിയുള്ള ദിവസങ്ങൾ അതിനുവേണ്ടി നമ്മൾ ഇരുന്നാൽ ജോലി കിട്ടുമോ എന്നുൾപ്പെടെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉദ്യോഗാർത്ഥികൾക്കിടയിലുണ്ട്. കാരണം ഒരുപാട് ആശയക്കുഴപ്പം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. സോ ആശയക്കുഴപ്പങ്ങളെല്ലാം മാറ്റിവെക്കാനും നിങ്ങളുടെ മുമ്പിൽ വരുന്ന എല്ലാ സംശയങ്ങൾ ക്ലിയർ ചെയ്യുവാനും വേണ്ടിയിട്ട് CPO പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്രീ ആയിട്ടുള്ള ഒരു സെഷൻ, ഒരു വെബിനാർ സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് നിങ്ങൾ എത്രയും പെട്ടെന്ന് എപ്പോൾ പഠനം സ്റ്റാർട്ട് ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു വെബിനാറുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. നോട്ട് ചെയ്യുക, ഡിസംബർ 7-ാം തീയതി 2024 ഡിസംബർ 7-ാം തീയതി എയിം CPO എന്നുള്ള പേരിൽ നമ്മുടെ രാഹുൽ സാറ് ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന CPO പരീക്ഷ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ആ ഒരു ഒറ്റ ലൈവ് ക്ലാസ്സുകളിൽ കൂടി നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ആ ഒരു സെഷൻ, ആ ഒരു വെബിനാറിൽ കൂടി കംപ്ലീറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. സോ അതിനുവേണ്ടി നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യേണ്ടി വരും. സോ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്താലും മതി. സോ വലിയൊരു ഉപകാരമായിരിക്കും. മുമ്പോട്ടുള്ള CPO പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സെഷൻ കൂടിയായിരിക്കും അത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ശ്രദ്ധിക്കുക. എടാ മക്കളെ, വീണ്ടും സെയിം ക്വസ്റ്റ്യൻ, ഇതേപോലെ തന്നെ ഒരു ചോദ്യം മുമ്പ് നമ്മൾ ചെയ്താ. എടാ റൂട്ടിനകത്ത് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളെല്ലാം ഒന്നിലധികം ചോദ്യങ്ങൾ ഒരേ പരീക്ഷകളിൽ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ചില ചോദ്യങ്ങൾ ഞാൻ ക്ലാസ്സിൽ പറയുമ്പോൾ ആ ചോദ്യങ്ങൾ പലതവണ ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങളെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. സോ അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലേക്ക് പോകാം. എത്ര പോയിന്റ് ഉണ്ടെന്ന് നോക്കണം അല്ലടാ. മുകളിൽ എത്ര പോയിന്റാ മക്കളെ? എടാ മുകളിൽ 1, 2, 3, 4, മുകളിൽ 4 പോയിന്റ് അല്ലേ? മുകളിൽ 4 പോയിന്റ് അല്ലേ? താഴെ 2 പോയിന്റ് അല്ലേ ഉള്ളൂ? താഴെ 2 പോയിന്റ് അല്ലേ ഉള്ളൂ? മുകളിൽ എത്ര പോയിന്റ് ഉണ്ട്? മുകളിൽ 4 പോയിന്റ് ഇല്ലേ? താഴെ 2 പോയിന്റ് അല്ലേ ഉള്ളൂ? താഴെ 2 പോയിന്റേ ഉള്ളൂ. മുകളിൽ 4 പോയിന്റ്, താഴെ 2 പോയിന്റ്. എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം എണ്ണൽ സംഖ്യ എടുക്കണം. ഇപ്പൊ റൂട്ടൊന്നും കളയണ്ട, റൂട്ടൊക്കെ അതുപോലെ തന്നെ കിടന്നോട്ടെ, റൂട്ട് അതുപോലെ തന്നെ എഴുതി.
എണ്ണൽ സംഖ്യ 9 ആണ്, 9 എഴുതി. താഴെ 16 അതുപോലെ തന്നെ എഴുതി, പ്ലസ് ചിഹ്നം കൊടുത്തു. ഇവിടെ അതുപോലെ തന്നെ റൂട്ട് കൊടുത്തു. എണ്ണൽ സംഖ്യ അവിടെ 16 ആണ്. താഴെ 9 ആണ്. ഇനി നിങ്ങൾ നോക്കണം എവിടെയാണ് പോയിന്റ് ഉള്ളത്, എവിടെയാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളതെന്ന് നിങ്ങൾ നോക്കണം. എടാ നോക്കിക്കോ, ഇവിടെ 4 പോയിന്റ്, ഇവിടെ 2 പോയിന്റ് അല്ലേ ഉള്ളൂ, താഴെ 2 പോയിന്റ് അല്ലേ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും 2 പോയിന്റ് കുറവാണെങ്കിൽ 2 0 ഇട്ട് കൊടുക്കണ്ടേ, 2 0 ഇട്ട് കൊടുക്കണം, 2 0 ഇട്ട് കൊടുക്കണം. അപ്പൊ വേണമെങ്കിൽ 2 0 ഇട്ട് കൊടുത്ത് 1600 ആക്കാം, അല്ലെങ്കിൽ 2 0 എന്ന് പറഞ്ഞാൽ 100 ആണെന്ന് ചിന്തിച്ചുകൊണ്ട് 100 എന്ന് എഴുതിയാലും മതി, ഇങ്ങനെ എഴുതിയാലും മതി, 100 എന്ന് എഴുതിയാലും മതി. 2 0 എന്ന് പറഞ്ഞാൽ അർത്ഥം 100 അല്ലേ. അടുത്തത് 16 എഴുതി, 9 എഴുതി. മുകളിൽ 4 പോയിന്റ്, താഴെ 2 പോയിന്റ്. സ്വാഭാവികമായിട്ടും 2 പോയിന്റ് ഉള്ളിടം എവിടെയാണോ അവിടെ 2 സ്ഥാനത്തിന്റെ കുറവുണ്ട്. എടാ 2 സ്ഥാനത്തിന്റെ കുറവുണ്ടെങ്കിൽ 2 0 ഇട്ട് കൊടുക്കുക, 2 0 ഇട്ട് കൊടുക്കുക, 2 0 ഇവിടെ ഇട്ട് കൊടുക്കുക, 2 0 അവിടെ ഇട്ട് കൊടുത്തു. കണ്ടോ? ഇനി നമുക്കെല്ലാവർക്കും അറിയാം 9ന്റെ റൂട്ട് എത്ര? 9ന്റെ റൂട്ട് 3 അല്ലേ? 3. 16ന്റെ റൂട്ട് എത്ര? 16ന്റെ റൂട്ട് 4 അല്ലേ? 4. 100ന്റെ റൂട്ട് 10 അല്ലേ? 10. പ്ലസ് 16ന്റെ റൂട്ട് 4 ആണ്, 9ന്റെ റൂട്ട് 3 ആണ്, 100ന്റെ റൂട്ട് 10 ആണ്. കണ്ടോ? ഇതാണ് അവസ്ഥ. അതായത് 9ന്റെ റൂട്ട് 3 ആണ്, 16ന്റെ റൂട്ട് 4 ആണ്, 100ന്റെ റൂട്ട് 10 ആണ്. കാരണം ഇവിടെ എല്ലാം ഇൻഡു ആണ്. പ്ലസ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, ഇൻഡു ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ പുറത്തുള്ള ഒരു പ്ലസ് അതുപോലെ തന്നെ എഴുതി വെച്ചു. 16ന്റെ റൂട്ട് 4 ആണ്, 9ന്റെ റൂട്ട് 3 ആണ്, 100ന്റെ റൂട്ട് 10 ആണ്. സോ ഇവിടുന്ന് കോമൺ ആയിട്ട് എന്തെങ്കിലും വെളിയെടുക്കാൻ പറ്റുവാണെങ്കിൽ അതിങ്ങ് വെളിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പൊ കോമൺ ആയിട്ട് നമുക്ക് വെളിയെടുക്കാൻ പറ്റുന്നതേ ഇവിടെ ഒരു 1/10 ഉണ്ട്, അവിടെയും ഒരു 1/10 ഉണ്ട്. കാരണം മറ്റേത് ടിൽറ്റ് ചെയ്തിരിക്കുക, ഇവിടെ 3 മേളിലും അവിടെ 3 താഴെയാണ്. അപ്പൊ അത് കോമൺ ആയിട്ട് നമുക്ക് വെളിയെടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇവിടെ കിടക്കുന്ന 1/10, അവിടെ കിടക്കുന്ന 1/10 ഇങ്ങ് പുറത്തേക്ക് എടുക്കാം. അപ്പൊ അത് ഇങ്ങ് പുറത്തേക്ക് വന്നാലേ സ്വാഭാവികമായിട്ടും 1/10 ഇങ്ങ് പുറത്തേക്ക് എടുത്തു, കോമൺ ആയിട്ട് വെളിയെടുത്തു. ഇനി ബാക്കി എന്തോ ഉണ്ട്? ബാക്കിയുള്ളത് 3/4. ഇവിടെ ഒരു 3/4 ഉണ്ട്, പ്ലസ് അവിടെ ഒരു 4/3 ഉണ്ട്. കണ്ടോ? അവിടെ ഒരു 4/3 ഉണ്ട്. ഇനി 3/4 4/3 കൂടെ കൂട്ടാൻ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെന്തായാലും ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ മക്കളെ 3/4 പ്ലസ് 4/3 ക്രോസ് ആയിട്ട് ഗുണിച്ച് നോക്കിയേ. 3 9, 4 16, താഴെ ക്രോസ് ഛേദങ്ങൾ തമ്മിൽ ക്രോസ് ചെയ്യുക, 4 3 12, 16 9 25, 25/12 എന്ന് വരും. അതായത് 3/4 4/3 കൂടെ കൂട്ടുവാണെങ്കിൽ 25/12 എന്ന് കിട്ടും. അതായത് ആ 1/10 അതുപോലെ തന്നെ കടന്നോട്ടെ, 1/10 അതുപോലെ തന്നെ എഴുതി. ഇൻറ്റു എടാ 3/4 4/3 കൂടെ കൂട്ടിയാൽ 25/12 അല്ലേ? ആണ്. ആ 25/12 അതുപോലെ തന്നെ അങ്ങ് എഴുതി. സോ ഇനി വെട്ടിക്കൂ, 5 കൊണ്ട് വെട്ടാം. 5ന്റെ രണ്ടാമത്തെ ഗുണിതമാണ് 10. അതേപോലെ 5ന്റെ 5ാമത്തെ ഗുണിതമാണ് 25. ഇനി ഒന്നുമില്ല വെട്ടാന്. 1 × 5 5 എന്ന് വരും, 12 × 2 24 എന്ന് വരും. ഉത്തരം 5/24 ആണ്. ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറഞ്ഞു തരാം, ഒന്നുമില്ല, സിമ്പിൾ ആണ്, പെട്ടെന്ന് കിട്ടും. എടാ നോക്കിക്കോ, നമുക്കിവിടെ 4 പോയിന്റ്, ഇവിടെ 2 പോയിന്റ്. സ്വാഭാവികമായിട്ടും ഏറ്റവും കൂടുതൽ എവിടെ നോക്കുക? 4. എവിടെ കുറവ്? താഴെ. എത്ര കുറവ്? 2 കുറവ്. 2 0 ഇട്ട് കൊടുത്തു താഴെ. സെറ്റാണ്. അതായത് 9 എഴുതി, 16 എഴുതി, താഴെ 2 സ്ഥാനം കുറവായതുകൊണ്ട് 2 സ്ഥാനം കുറവായതുകൊണ്ട് 2 0 ഇട്ട് കൊടുത്തു. അപ്പുറത്ത് റൂട്ടൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. 16 അതുപോലെ എഴുതി, 9 എഴുതി, താഴെ 2 ഉള്ളൂ, 2ന്റെ കുറവ്. 2ന്റെ കുറവ് എന്ന് പറയുമ്പോൾ 2 0 ഇട്ട് കൊടുത്തു. സംഭവം സെറ്റ്.
9ന്റെ റൂട്ട് 3, 16ന്റെ റൂട്ട് 4, 100ന്റെ റൂട്ട് 10 പ്ലസ് കൊടുത്തു. 16ന്റെ റൂട്ട് 4, 9ന്റെ റൂട്ട് 3, 100ന്റെ റൂട്ട് 10. കണ്ടോ? ഇപ്പോൾ ഇവിടെയും 1/10 ഉണ്ട്, അവിടെയും 1/10 ഉണ്ട്. സോ 1/10 ഇങ്ങ് പുറത്തേക്ക് എടുക്കുക. ഇവിടെ മക്കളെ 1/10 പുറത്തേക്ക് എടുത്താൽ ഇവിടെ ബാക്കി 3/4 ഉണ്ട്, അവിടെ 4/3 ഉണ്ട്. 3/4 പ്ലസ് 4/3 എന്ന് വരും. 3/4 4/3 കൂടെ കൂട്ടിയാൽ 25/12 എന്ന് വരും. അതായത് 1/10 ഇൻറ്റു 25/12 എന്ന് വരും. വെട്ടിച്ചെറുതാക്കുമ്പോൾ ഉത്തരം 5/24 എന്ന് വരും. അതായത് ഓപ്ഷൻ ബി ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ. നല്ല ചോദ്യമായിരുന്നു. ഇനി നമുക്ക് ഇതുപോലത്തെ ചോദ്യം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനിലേക്ക് വരുവാണ്. ഇത് ലാഭവും നഷ്ടവും എന്നൊക്കെ പറഞ്ഞ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യം. ഒരാള് 15% ലാഭത്തിന് 10 കിലോഗ്രാം ആപ്പിൾ വിറ്റു. 10 കിലോഗ്രാം ആപ്പിളാണ് വിറ്റത്. 10 കിലോഗ്രാം ആപ്പിളിന്റെ വില 500 ആണ് കേട്ടോ. 500 രൂപയാണ് വാങ്ങിയ വില, കോസ്റ്റ് പ്രൈസ്. എടാ മക്കളെ, കോസ്റ്റ് പ്രൈസ് 500 രൂപയാണ്. വാങ്ങിയ വില 500, വാങ്ങിയ വില 500, വാങ്ങിയ വില 500 ആണ്. വിറ്റത് 15% ലാഭത്തിന് വിറ്റു. 15% ലാഭത്തിന് വിറ്റു. 15% ലാഭത്തിന് വിറ്റു എന്ന് പറഞ്ഞാല് 15% കൂട്ടി വിറ്റു. 15% കൂട്ടി വിറ്റു എന്നല്ല അർത്ഥം. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാല് 15% കൂട്ടി വിറ്റാൽ പോരെ? 500ന്റെ 15% എത്രടാ? 500ന്റെ 15% എത്ര എന്ന് കണ്ടുപിടിക്കാൻ 500 ഇൻറ്റ് 15% കാണാൻ 15/100 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 15% കാണാൻ 15/100 കൊണ്ട് ഗുണിക്കുക. 15% ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് 15/100 കൊണ്ട് ഗുണിച്ചാൽ മതി. താഴെ കിടക്കുന്ന 2 പൂജ്യങ്ങളും മേളിൽ കിടക്കുന്ന 2 പൂജ്യങ്ങളും കട്ടായി പോയി. 15 5 കൂടെ ഗുണിച്ചാൽ 15 5 75. അതായത് 15% ലാഭം കിട്ടണമെങ്കിൽ 75 രൂപ കൂട്ടി വിറ്റാൽ മതി. 75 രൂപ കൂട്ടി വിറ്റാൽ മതി. അപ്പോൾ 500-ന് വാങ്ങിച്ചാൽ 575-ന് അങ്ങോട്ട് വിറ്റാ പോരെ? മതി. അപ്പോൾ വിറ്റ വില 575 ആണെന്ന് മനസ്സിലായി. അതായത് ഒരു കച്ചവടക്കാരൻ 10 കിലോഗ്രാം ആപ്പിള് 10 കിലോഗ്രാം ആപ്പിള് 500 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വന്ന് കടയിൽ വെച്ചു. 15% ലാഭം കിട്ടണം. എടാ മക്കളെ, 15% ലാഭം കിട്ടണമെങ്കിൽ 15% കൂട്ടി വിൽക്കണം. 500ന്റെ 15% എത്ര? 500ന്റെ 15% എത്ര? 500ന്റെ 15% 75 അല്ലേ? 75 രൂപ കൂട്ടി വിൽക്കണ്ടേ? 75 രൂപ കൂട്ടിയാൽ 500ന്റെ കൂടെ 75 കൂട്ടിയാൽ 575. 575 രൂപയ്ക്കാണ് വിറ്റത്. എത്ര കിലോഗ്രാം? മാറ്റമൊന്നുമില്ല. 10 കിലോഗ്രാം തന്നെയാണ്. കാരണം 10 കിലോഗ്രാം വാങ്ങിച്ചു, 10 കിലോഗ്രാം വിറ്റു. വേറെ മാറ്റമൊന്നുമില്ല. അപ്പോൾ 10 കിലോഗ്രാം മീൻ വിറ്റ വിലയാണ് ഏത്? 57 അല്ല 575. സോ 10 കിലോഗ്രാമിന്റെ വിറ്റ വില എന്ന് പറഞ്ഞാല് 575 ആണ്. അവിടുന്ന് 1 കിലോഗ്രാമിന്റെ വിറ്റ വില കണ്ടുപിടിക്കാൻ 575-നെ 10 കൊണ്ട് ഹരിച്ചാൽ പോരെ? കാരണം 10 പേനയുടെ വില 500 രൂപയാണെങ്കിൽ 1 പേനയുടെ വില കണ്ടുപിടിക്കുക 500-നെ 10 എത്ര പേനയാണോ എടുത്തത് അതുകൊണ്ട് ഹരിച്ചാൽ പോരെ? അല്ലെങ്കിലേ എടാ മക്കളെ, 20 പേനയുടെ വില 40 രൂപയാണെങ്കിൽ 1 പേനയുടെ വില കണ്ടുപിടിക്കാൻ 40-നെ 20 കൊണ്ട് ഹരിച്ചാൽ പോരെ? അതേപോലെ തന്നെ 10 കിലോഗ്രാം ആപ്പിളിന്റെ വിറ്റ വില 575 ആണെങ്കിൽ 1 കിലോഗ്രാം ആപ്പിളിന്റെ വിറ്റ വില കണ്ടുപിടിക്കാൻ 575-നെ 10 കൊണ്ട് ഹരിക്കുക. ഒരു സംഖ്യ 10 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? എടാ, ഒരു സംഖ്യ 10 കൊണ്ട് ഹരിക്കുക. ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിയാൽ മതി. ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിക്കോ. ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിയാൽ 57.5 57.5 57.5. ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ. അതായത് 57 രൂപ 50 പൈസ. 57.5 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 57 രൂപ 50 പൈസ എന്നുള്ളതായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. ഓക്കെ, ഇതെല്ലാം മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങളാണെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി വീണ്ടും ഓർമ്മപ്പെടുത്തുവാണേ.
60 കിലോമീറ്റർ സഞ്ചരിക്കാൻ എ എന്ന ബസ് 3 മണിക്കൂർ എടുത്തു. 60 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 60 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ എ എന്ന് പറയുന്ന ബസ് എത്ര മണിക്കൂർ എടുത്തു? എത്ര മണിക്കൂർ എടുത്തെന്ന് ചോദിച്ചാൽ 3 മണിക്കൂർ എടുത്തു. സോ അങ്ങനെയാണെങ്കിൽ എടാ സ്പീഡ് എത്രയാണെന്ന് പറഞ്ഞേ. സ്പീഡ് എന്തായാലും സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ആയിരിക്കുമല്ലോ ഇത്. സ്പീഡുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണല്ലോ. അപ്പൊ നമുക്കറിയാം, നമ്മൾ കോഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത് അല്ലേ. അതായത് ഒരു ത്രികോണം വരച്ചിട്ട് അതിനെ 3ആയിട്ട് മുറിച്ചിട്ട് ഏറ്റവും മുകളിൽ ഡി എഴുതണം, പിന്നെ എസ് എഴുതണം, ടി എഴുതണം. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചാല് ഡി കൈകൊണ്ട് മറച്ചു പിടിക്കുക, ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം എന്ന് വരും. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ എസ് കൈകൊണ്ട് മറച്ചു പിടിക്കുക, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം ആണ് വേണ്ടതെങ്കിൽ ടി കൈകൊണ്ട് മറച്ചു പിടിക്കുക, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട സ്പീഡാ. എടാ സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്ര? ഡിസ്റ്റൻസ് 60. സമയം എത്ര? 3. 60നെ 3 കൊണ്ട് ഹരിച്ച എത്ര? 60നെ 3 കൊണ്ട് ഹരിച്ച 20. അതായത് എ എന്ന് പറയുന്ന ബസിന്റെ സ്പീഡ്, എടാ എ എന്ന് പറയുന്ന ബസിന്റെ സ്പീഡ് 20 കിലോമീറ്റർ പെർ അവർ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് ക്ലിക്കായി നോക്കിക്കേ. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 60 ആണ്, സമയം 3 മണിക്കൂറാണ്. 60നെ 3 കൊണ്ട് ഹരിച്ചാൽ 20 വരും. അപ്പോൾ എ എന്ന് പറയുന്ന ബസിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാല് 20 കിലോമീറ്റർ പെർ അവർ ആണെന്ന് മനസ്സിലായി. അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ ബസ്സിലേക്ക് വരാം അല്ലെ. ഇനി ബി എന്ന് പറയുന്ന ബസ് 2.5 മണിക്കൂർ എടുക്കുന്നു. 2.5 മണിക്കൂർ. 2.5 എന്ന് പറഞ്ഞാൽ 5/2 അല്ലേ. ഈ 2.5 എന്ന് പറഞ്ഞാൽ മിശ്രഭിന്നം അല്ലേ. 2.5 എന്ന് പറഞ്ഞാൽ മിശ്രഭിന്നമാണ്. അപ്പോൾ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മിശ്രഭിന്ന സംഖ്യയാണ്. അതിനെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റുവാണെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ എളുപ്പമായിരിക്കും. അത് എളുപ്പമാണ്, സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? ഛേദം അതുപോലെ തന്നെ എഴുതി പുതിയ അംശത്തിന് വേണ്ടി ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക. അങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്. മിശ്രഭിന്ന സംഖ്യയെ വിഷമ ഭിന്നമാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഛേദം അതുപോലെ തന്നെ എഴുതുക, പുതിയ അംശത്തിന് വേണ്ടി ക്രോസ് ആയിട്ട് ഗുണിക്കുക, പഴയ അംശം കൂട്ടുക. ക്രോസ് ആയിട്ട് ഗുണിക്കുക, 2 2 4 4 1 5 5/2 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സമയം 5/2 ആണെന്ന് മനസ്സിലായി. സ്പീഡ് മാറ്റമൊന്നുമില്ല. സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് കേട്ടോ. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് ആണ് 60, സ്പീഡ് 3. 60/3 20. കറക്ഷൻ ഉണ്ടെങ്കിൽ നോക്കിക്കോണം. അടുത്തത് ഇവിടെ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് 60 എന്ന് പറഞ്ഞാൽ 60/1. സ്പീഡ് എന്ന് പറഞ്ഞാൽ 5/2. കണ്ടോ, 5/2 എന്ന് വരും. ഒന്നും കൂടെ പറയാം. സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 60 തന്നെയാണ്. സമയം 5/2 ആണ്. 60 എന്ന് പറഞ്ഞാൽ 60/1. 5/2 കൊണ്ട് ഹരിക്കണം. സോ 2 ഭിന്നസംഖ്യകളെ ഹരിക്കണമെങ്കിൽ രണ്ടാമത്തതിനെ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 60നെ 5/2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2/5 കൊണ്ട് ഗുണിച്ചാല് 5ന്റെ 12ാമത്തെ ഗുണിതമാണ് 60. 12 × 2 24. അതായത് ബി എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ, വാഹനം ഉണ്ടല്ലോ, ബസ് ഉണ്ടല്ലോ, അതിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 24 ആണെന്ന് മനസ്സിലായി. 24 കിലോമീറ്റർ പെർ അവർ ആണെന്ന് മനസ്സിലായി. ഇനി എ എന്ന് പറയുന്ന ബസ് 320 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന സമയത്ത് എ എന്ന് പറയുന്ന ബസ് 320 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കും. എ എന്ന് പറയുന്ന ബസ്. ആ സമയത്ത് ബി എന്ന് പറയുന്ന ബസ് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് ചോദിച്ചത്. ഇതായിരുന്നു ചോദ്യം. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, എടാ ഈ 320 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണമെങ്കിൽ എത്ര സമയം വേണം?
അപ്പൊ ടൈം കണ്ടുപിടിക്കണം അല്ലേ, ടാസ്ക് പിടിച്ച പണിയല്ലേ. ടൈം കണ്ടുപിടിക്കണം. സോ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് അല്ലേ. എന്തായാലും ഡിസ്റ്റൻസ് ആണ് മേളിൽ വരുന്നത്. ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അങ്ങനെ അങ്ങ് ഓർത്തിരുന്നാൽ മതി, വേറെ ഒന്നുമില്ല. അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് 320 ആണ്. സ്പീഡ് ഒന്നാമത്തെ വാഹനം എ എന്ന് പറയുന്ന ബസിന്റെ സ്പീഡ് 20 ആണ്. സോ 0 കട്ട് ചെയ്തു, 32 2 കൊണ്ട് ഹരിച്ചാൽ 16 മണിക്കൂറാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ യാത്ര 16 മണിക്കൂറാണ് പോയത് എന്ന് മനസ്സിലായി. അതായത് ബി എന്ന് പറയുന്ന ബസ്, മക്കളെ, ബി എന്ന് പറയുന്ന ബസ് 16 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദ്യം. അതായത് 1 മണിക്കൂർ കൊണ്ട് 24 ആണ് അല്ലെ. 24 കിലോമീറ്റർ പെർ അവർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത്? 1 മണിക്കൂർ കൊണ്ട് 24 അല്ലേ. 1 മണിക്കൂർ കൊണ്ട് 24 കിലോമീറ്റർ സഞ്ചരിച്ചെന്നല്ലേ അർത്ഥം. 1 മണിക്കൂർ കൊണ്ട് 24 കിലോമീറ്റർ സഞ്ചരിച്ചെങ്കിൽ ചോദ്യം 16 മണിക്കൂർ കൊണ്ട് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചെന്നാണ് ചോദ്യം. അപ്പൊ 1 മണിക്കൂർ കൊണ്ട് 24 ആണെങ്കിൽ 16 മണിക്കൂർ കൊണ്ടുള്ളത് കണ്ടുപിടിക്കാൻ 24നെ 16 കൊണ്ട് ഗുണിച്ചാൽ പോരെ. ഗുണിച്ചെടുത്തേ, 24നെ 16 കൊണ്ട് ഗുണിക്കും. അപ്പൊ 24നെ 16 കൊണ്ട് ഗുണിച്ചാല് 6 4 24 ശിഷ്ടം 2, 12 4 16 2 18 ശിഷ്ടം 1, 1 2 2 2 1 3 384 വരും. ഉത്തരം 384 കിലോമീറ്റർ എന്നുള്ളതായിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. ഒന്നും കൂടെ പറയാം, ഇവിടെ 2 വണ്ടിയാണുള്ളത്. ഒന്നാമത്തെ ബസ് എ എന്ന് പറയുന്ന ബസ്, രണ്ടാമത്തെ ബസ് ബി എന്ന് പറയുന്ന ബസ്. നിങ്ങൾ ഈ ചോദ്യം കാണുമ്പോഴേ മനസ്സിലാക്കിക്കോണം, സ്പീഡ് തന്നിട്ടില്ല. അപ്പൊ ആദ്യം സ്പീഡ് കണ്ടുപിടിക്കണം. മക്കളെ, സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യമേ 60 ആണ്, സമയം 3 മണിക്കൂറാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം, ദാറ്റ് ഈസ് സ്പീഡ്. സ്പീഡ് ഇസ് ഈക്വൽ ടു, നിങ്ങൾ എഴുതിക്കോ, എന്റെ കൂടെ തന്നെ നിങ്ങൾ എഴുതുക. സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് 60, സമയം 3, 60നെ 3 കൊണ്ട് ഹരിച്ച 20. അതായത് എ എന്ന് പറയുന്ന ബസിന്റെ സ്പീഡ് 20 ആണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ വണ്ടിയിലേക്ക് പോവുക. രണ്ടാമത്തെ ബസ് എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന ബസ്സാണ്. ആ രണ്ടാമത്തെ ബസിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ആ രണ്ടാമത്തെ ബസിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാല് 60 കിലോമീറ്റർ ദൂരം തന്നെ 2.5 മണിക്കൂർ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. 2.5 എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? 2.5 എന്ന് പറഞ്ഞാൽ 5/2 ആ. നമുക്ക് അങ്ങനെ എടുത്താലേ പ്രോബ്ലം പെട്ടെന്ന് ഇത് ആൻസർ കിട്ടത്തുള്ളൂ. അപ്പോൾ പഴയതുപോലെ തന്നെ അതിന്റെ സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്ര? ഡിസ്റ്റൻസ് 60. സമയം ദേ കിടക്കുന്നു 5/2 ആണ്. അതായത് 5/2 ആണ്. 2.5 എന്ന് പറഞ്ഞാൽ 5/2 ആണ്. 2.5 എന്ന് പറഞ്ഞാൽ 5/2 ആണ്. 5/2 അതായത് 60നെ 5/2 കൊണ്ട് ഹരിക്കണം. സോ 2 ഭിന്നസംഖ്യകളെ ഹരിക്കണമെങ്കിൽ രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ പോരെ. അപ്പോൾ 60 അതുപോലെ തന്നെ എഴുതി. 5/2നെ തിരിച്ചിട്ടു 2/5 ആയി. വെട്ടി ചെറുതാക്കുവാണെങ്കിൽ മുകളിൽ 12 വരും. 12 × 2 24 എന്ന് വരും. 24 എന്ന് വരും. അതായത് ബി എന്ന് പറയുന്ന ബസിന്റെ സ്പീഡ് 24 കിലോമീറ്റർ പെർ അവർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ എ എന്ന് പറയുന്ന ബസിന്റെ സ്പീഡ് 20 ആണെന്ന് മനസ്സിലായി. ബി എന്ന് പറയുന്ന ബസിന്റെ സ്പീഡ് 24 കിലോമീറ്റർ പെർ അവർ ആണെന്ന് മനസ്സിലായി. ഇത്രയും കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതിയെടുത്തോ. ചോദ്യം, എ എന്ന് പറയുന്ന ബസ് 320 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ എ എന്ന് പറയുന്ന ബസ് 320 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണമെങ്കിൽ എത്ര സമയം എടുക്കുമെന്ന് അറിയണ്ടേ? അപ്പൊ സമയം കണ്ടുപിടിക്കണ്ടേ? സമയം കണ്ടുപിടിക്കണമെങ്കിൽ ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് എത്ര? ഇപ്പൊ മാറി, 320 ആയി. സ്പീഡ് കണ്ടുപിടിച്ചു നമ്മൾ നേരത്തെ 320. ഏടെ കാര്യമാണ് ഈ പറയുന്നത്. എ എന്ന് പറയുന്ന ബസ് 320 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നത് 20 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. അപ്പൊ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് 320, സ്പീഡ് 20. 320നെ 20 കൊണ്ട് ഹരിച്ച 16 മണിക്കൂറാണ് ആര് സഞ്ചരിക്കുന്നത്? എ എന്ന് പറയുന്ന ബസ്. ആ 16 മണിക്കൂർ എ എന്ന് പറയുന്ന ബസ് സഞ്ചരിക്കുമ്പോൾ
ബി എന്ന് പറയുന്ന ബസ് ആ 16 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു എന്നാണ് ചോദ്യം. അതായത് നമുക്കറിയാം 1 മണിക്കൂർ കൊണ്ട് 24 അല്ലേ? ബി എന്ന് പറയുന്ന ബസ് 1 മണിക്കൂർ കൊണ്ട് 24 ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 24 ആണെങ്കിൽ എടാ 12 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിച്ചു നല്ല ചോദ്യം. 1 മണിക്കൂർ കൊണ്ട് 24 ആണെങ്കിൽ 12 മണിക്കൂർ കൊണ്ടുള്ളത് കണ്ടുപിടിക്കാൻ ആ 24നെ 12 കൊണ്ട് ഗുണിച്ചാൽ പോരെ? 24നെ 12 കൊണ്ട് ഗുണിച്ചാല് നമ്മളുടെ ഉത്തരം 384 ആയിരുന്നു. 384 ഓപ്ഷൻ ഡി ആയിരുന്നു. 384 കിലോമീറ്റർ ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ. സോ ഇത് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നിന്ന് ചോദിച്ച വളരെ നല്ലൊരു ചോദ്യമായിരുന്നു. ഒരു 10th പ്രിലിംസ് ലെവലിലെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യം കൂടിയാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലെ നമ്മുടെ വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് OAയുടെ 10th പ്രിലിംസിന്റെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ നേരത്തെ മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ കുറെ അധികം ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. ഇതിന്റെ ബാക്കിയായിട്ട് നമ്മൾ വീണ്ടും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ്സുകളുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരും. സോ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരിക്കൽ കൂടി വൈൻഡപ്പ് ചെയ്ത് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.